ശംശായി സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രിയ സ്നേഹമുള്ള ഫ്രാൻസിസ് പിട്ടാപ്പള്ളിയച്ച, പ്രിയ സഹോദരി സഹോദരന്മാരെ, കാപ്പന്തലയുള്ള ബേസ് അപ്രേം നസ്രാണി ദേറ സംഘടിപ്പിക്കുന്ന തിയോളജി 1 ഇയർ പ്രോഗ്രാമിലെ ഇന്നത്തെ ക്ലാസ് നമുക്ക് എടുക്കുന്നത് കോതമംഗലം രൂപതാംഗവും വടവാതൂർ പൗരസ്ത്യ വിദ്യാപീഠത്തിലെ ലിറ്റർജിയുടെ അധ്യാപകനുമായ, ലിറ്റർജി സുറിയാനി ഭാഷയുടെയൊക്കെ അധ്യാപകനുമായ ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് പിട്ടാപ്പള്ളീച്ചനാണ്. അച്ഛനെ വടവാതൂരിനെ പഠിച്ചയാളാണ്. റോമിൽ നിന്ന് ലിറ്റർജിയിൽ ഡോക്ടറേറ്റ് എടുത്തതിന് ശേഷം കാക്കനാട് സെന്റ് തോമസ് മൗണ്ടില് ലിറ്റർജിയുമായി ബന്ധപ്പെട്ട പല കമ്മീഷനുകളിലും പ്രവർത്തിച്ചതിന് ശേഷമാണ് വടവാതൂര് അധ്യാപനത്തിലേക്ക് വന്നത്. അച്ഛനെ സ്നേഹപൂർവ്വം ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ അച്ഛൻ എടുക്കുന്ന വിഷയം നർസായിയുടെ ഹോമിലീസ് ആണ്. നർസായിയെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം. 5-ാം നൂറ്റാണ്ടില് യദേസായിൽ ജീവിച്ചിരുന്ന സുറിയാനി ദൈവശാസ്ത്രജ്ഞൻ, സുറിയാനി കവി, സുറിയാനി എഴുത്തുകാരൻ എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെട്ടിരുന്ന അപ്രേം പിതാവും അഫ്രഹാത്തും ഒക്കെ കഴിഞ്ഞാല്, ജേക്കബ് ഓഫ് സെറൂവും ഒക്കെ കഴിഞ്ഞാല് ആ കൂടെ തന്നെ എണ്ണപ്പെടുന്ന സുറിയാനി മൽപ്പാനാണ് നർസായി. നർസായി കൂടുതൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഹോമിലീസ്. ആ ഹോമിലീസിലൂടെയാണ് തിയോളജി, ദൈവശാസ്ത്രവും കുർബാന സംബന്ധമായിട്ടുള്ള പ്രബോധനങ്ങളും എല്ലാം അദ്ദേഹം നൽകിയിരുന്നത്. ഫ്രാൻസിസ് അച്ഛന് അതേക്കുറിച്ചാണ് നമ്മളോട് സംസാരിക്കുന്നത്. പതിവ് പോലെ തന്നെ 6 ഇപ്പോൾ മുതൽ 7:30 വരെ അച്ഛൻ ക്ലാസ് എടുക്കും. 7:30 ചോദ്യോത്തര വേളയായിരിക്കും. രണ്ടുപേർക്കും, ഫ്രാൻസിസ് അച്ഛനും നിങ്ങൾ ഓരോരുത്തർക്കും നല്ല സമയം ആശംസിക്കുന്നു. ആൻഡ്രൂസിന്റെ നല്ല വാക്കുകൾക്ക് പ്രത്യേകം നന്ദി. ആൻഡ്രൂസ് മൂലമാണ് ഞാനിവിടെ പൗരസ്ത്യ വിദ്യാപീഠത്തിൽ വരാനിടയായത്. അച്ഛൻ പൗരസ്ത്യ വിദ്യാപീഠത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് അച്ഛൻ എന്നെയും കൂടെ ക്ഷണിച്ചത്. അച്ഛനെ നന്ദിയോടെ ഓർക്കുന്നു. അപ്പോ ഇന്ന് നമ്മൾ എടുക്കുന്ന വിഷയം നമുക്ക് വളരെ ഉപകാരമുള്ള ഒരു ഹോമിലിയാണ്, അഥവാ പ്രസംഗമാണ്. അത് നർസായി ഓഫ് നിസിബിസിന്റെ പേരിലാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. നർസായി ഓഫ് നിസിബിസ് എന്ന് പറഞ്ഞാലും ഈ നർസായി ആദ്യം ജീവിച്ചിരുന്നത് എദേസായിലായിരുന്നു. അവിടുന്ന് എദേസായിൽ നിന്നും പിൽക്കാലത്ത് നിസിബിസിലേക്ക് പോയി. ഈ എദേസായിലായിരുന്നപ്പോഴും നർസായി അവിടെ ദൈവശാസ്ത്രം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടാണ് അവിടുന്ന് ചക്രവർത്തിമാരുടെ എല്ലാം ഇടപെടലും കൊണ്ട് അവിടുന്ന് പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ പോയി അദ്ദേഹം നിസിബിസിലെ അവിടെ പോവുകയും അവിടെ ഒരു ദൈവശാസ്ത്ര കലാലയം ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ he was the director of the school of Edessa and founder of the school of Nisibis എന്നാണ് പറയുന്നത്. അപ്പൊ നിസിബിസിലെ ദൈവശാസ്ത്ര കലാലയം തുടങ്ങാനുള്ള ഒരു കാരണക്കാരനും കൂടെയാണ് നർസായി. നർസായി ജീവിച്ചിരുന്നത് ആൻഡ്രൂസ് സൂചിപ്പിക്കുകയുണ്ടായി 5-ാം നൂറ്റാണ്ടിലാണ്. അതായത് AD 399 മുതൽ 502 വരെ ഏകദേശം 103 വയസ്സ് ജീവിച്ചിരുന്നു നർസായി. ഈ കാലഘട്ടത്തിൽ ഇടയില് ധാരാളം ഈ ആരാധനക്രമവുമായി ബന്ധപ്പെട്ട് ധാരാളം ഹോമിലികൾ അദ്ദേഹം രചിക്കുകയുണ്ടായി. 47 പ്രസംഗങ്ങളാണ് പ്രധാനമായിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 4 ഹോമിലികൾ ആർച്ച് കൊണോള്ളി എന്ന് പറഞ്ഞ ഒരു സുറിയാനി പണ്ഡിതനും ദൈവശാസ്ത്രജ്ഞനുമായിട്ടുള്ള ആർച്ച് കൊണോള്ളി 1909 ലിറ്റർജിക്കൽ ഹോമിലീസ് എന്നും പറഞ്ഞ്, ലിറ്റർജിക്കൽ ഹോമിലീസ് ഓഫ് മാർ നർസായി എന്നും പറഞ്ഞ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാ 4 ഹോമിലി എന്ന് ചോദിച്ചാൽ, ഒന്ന് 17ാമത്തെ ഹോമിലി, അതിന് ഊഷാഖ് റാസെ അഥവാ ദിവ്യരഹസ്യങ്ങളുടെ വ്യാഖ്യാനം എന്നാണ് പറയുക. പിന്നെ 17ാമത്തെ ഹോമിലി കഴിഞ്ഞാൽ 22ാമത്തെ ഹോമിലി അത് മാമോദിസായെ കുറിച്ചാണ്. പിന്നെ 21ാമത്തെ ഹോമിലി ഉണ്ട്. അത് ഹോമിലി ഓൺ ചർച്ച് ആൻഡ് ബാപ്റ്റിസം, ഹിസ്റ്ററീസ് ഓഫ് ദ ചർച്ച് ആൻഡ് ബാപ്റ്റിസം, അതിനെക്കുറിച്ചുള്ള പ്രസംഗമാണ്. സഭയെക്കുറിച്ചും മാമോദിസായെ കുറിച്ചുമുള്ള ഒരു പ്രസംഗം. പിന്നെ 32ാമത്തെ ഹോമിലി ഉണ്ട്. അത്
മിസ്റ്ററീസ് ഓഫ് ദ ചർച്ച് ആൻഡ് പ്രീസ്റ്റ്ഹുഡ് എന്നും പറഞ്ഞ് സഭയെക്കുറിച്ചും പൗരോഹിത്യത്തെക്കുറിച്ചുമുള്ള നർസായുടെ കാഴ്ചപ്പാടുകൾ. അങ്ങനെ പ്രധാനമായിട്ടും 4 ഹൊമിലികളാണ് ഈ RH കൊണോള്ളി എന്ന് പറഞ്ഞ ഈ സുറിയാനി പണ്ഡിതൻ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത്. പിന്നെ നർസായി പൊതുവെ അറിയപ്പെടുന്നത് ഹാർപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നാണ്, പരിശുദ്ധാത്മാവിന്റെ വീണ. നർസായിയെ കുറിച്ച് മാത്രമല്ല, എഫ്രൈമിനെ കുറിച്ചും അങ്ങനെ പറയാറുണ്ട്. എന്നതുപോലെ തന്നെ നർസായിയെ കുറിച്ചും ഈ അഭിധാനം സൂചിപ്പിക്കാറുണ്ട്, ഹാർപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ ഈ ഹി വാസ് ദ ഫൗണ്ടർ ഓഫ് ദ സ്കൂൾ ഓഫ് നിസിബിസ്. പിന്നെ ഈ നർസായുടെ ഹൊമിലികൾ കുറിച്ച് അതിന്റെ ഈ രചയിതാവ് ആരാണ്, പല ഹൊമിലികളുടെയും രചയിതാവിനെ കുറിച്ച് സംശയമുണ്ട്. നർസായി തന്നെ രചിച്ചതാണോ അതോ ഇനി നർസായുടെ പേരിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടതാണോ? അതിലെ ചില പ്രാർത്ഥനകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതിന്റെ ഈ ഹൊമിലികളിലെ ചില ഭാഗങ്ങൾ കാണുമ്പോൾ നമുക്ക് സംശയം തോന്നാം. അതായത് നർസായി 5-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത് നമ്മൾ പറഞ്ഞല്ലോ. ചില കാര്യങ്ങളൊക്കെ 7-ാം നൂറ്റാണ്ടിലും 8-ാം നൂറ്റാണ്ടിലും ഉള്ള കാര്യങ്ങൾ വരെ ഈ 17ാമത്തെ ഹൊമിലിയിൽ ചില ശകലങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇതിന്റെ ഓതർഷിപ്പിനെ കുറിച്ച് സംശയങ്ങൾ പലരും ഉന്നയിച്ചിട്ടുണ്ട്. ഇത് നർസായി ആണ് ഈ ഹൊമിലി എഴുതിയെന്ന് പറയാൻ കാരണം, ആദ്യകാലത്ത് ഇതിനെക്കുറിച്ച് പഠിച്ച സസേമാനി എന്ന് പറഞ്ഞ പണ്ഡിതൻ എന്ത് ചെയ്തു, ഇത് നർസായി ആണ് എന്നങ്ങോട്ട് സ്ഥാപിച്ചു. നർസായി ആണ് ഇത് എഴുതിയെന്ന് ആരോപിക്കുകയുണ്ടായി. എന്നാൽ അതുകൊണ്ട് അത് കാലക്രമത്തിൽ നർസായി ആണെന്നുള്ളൊരു ചിന്ത ഈ പഠിതാക്കളുടെയും ഇതിനെക്കുറിച്ച് പഠിക്കുന്നവരുടെ എല്ലാം, അതുപോലെ തന്നെ പുസ്തകങ്ങളിലും എല്ലാം ആ ഒരു കാഴ്ചപ്പാടാണ് വന്നിരുന്നത്. എന്നാൽ പിന്നീട് ഇതിന്റെ ഓതർഷിപ്പിനെ കുറിച്ച് പഠിച്ച പലരും നർസായി അല്ല വേറെ ഒരാളായിരിക്കാം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുകയുണ്ടായി. ഉദാഹരണത്തിന് RH കൊണോള്ളി, പിന്നെ അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ ബ്രോക്ക്, റോബർട്ട് ടാഫ്റ്റ്, പിയർ യൂസിഫ്, ഇങ്ങനെയുള്ളവരെല്ലാം നർസായി ആണ് എന്ന് കൃത്യമായിട്ട് പറയുന്നില്ല. നർസായി അല്ല, 6-ാം നൂറ്റാണ്ടിലോ ഒക്കെ ജീവിച്ചിരുന്ന ഒരു പണ്ഡിതൻ എന്നാണ്, ഒരു അനോണിമസ് ഓതർ എന്നുള്ള രീതിയിലാണ്, സ്യൂഡോ നർസായി എന്നാണ് പൊതുവെ. അതുകൊണ്ട് പുതിയ ടെസ്റ്റുകളിലെല്ലാം ഈ ഹൊമിലി 17 കുറിച്ച് വിശേഷിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പിന്നെ ഇതിന്റെ ഘടനയെക്കുറിച്ചും ഇതിന്റെ ഉള്ളടക്കത്തെക്കുറിച്ചും പറയുമ്പോൾ ഇത് വാസ്തവത്തിൽ ഈ ഹൊമിലി എന്നുള്ളത് നമ്മുടെ കുർബാനയെ കുറിച്ചുള്ള ആദ്യത്തെ ഒരു വ്യാഖ്യാനമായിട്ട് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ കുർബാനയുടെ ഈ പ്രാർത്ഥനകളെല്ലാം തന്നെ ഇതിന് വ്യാഖ്യാനം ചമച്ചിട്ടുള്ള ഒരു പിതാവാണ് നർസായി ഓഫ് നിസിബിസ് എന്ന് പറയുന്നത്. ഇപ്പോ കുർബാനയുടെ എല്ലാ ഭാഗം എന്ന് പറഞ്ഞാലും കുർബാനയുടെ പ്രധാനമായിട്ടും ഈ എക്സ്പെൽഷൻ ഓഫ് ദ കാറ്റക്യൂമൻസ് നമ്മൾ കാണാറുണ്ടല്ലോ. അതായത് ജ്ഞാനാർത്ഥികളെയും അല്ലെങ്കിൽ കുർബാന സ്വീകരിക്കുന്നില്ലാത്തവരെയും തെറ്റ് ചെയ്തവരെയും എല്ലാം പറഞ്ഞയക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മുടെ കുർബാനയിൽ. അത് നമ്മളിപ്പോൾ തിരുത്തിയിട്ടുണ്ട്. നമ്മുടെ കുർബാന കിടക്കണ എങ്ങനെയാ, മാമോദിസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാവുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ എന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ ടെസ്റ്റ് കിടക്കുന്നത്. പക്ഷേ അതിന് മുകളിലായിട്ട് നമ്മുടെ കുർബാന പുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഇവരെ മാമോദിസ സ്വീകരിക്കാത്തവർ പുറത്തു പോകട്ടെ എന്നുള്ളതൊക്കെ. അത് ഈ നർസായുടെ കാലത്ത് അതേസമയം ഇത് യഥാർത്ഥത്തിൽ നിലനിന്നിരുന്നതാണ്. അതായത് അന്ന് ജ്ഞാനസ്നാനാർത്ഥികൾ ഉണ്ടായിരുന്നു, മാമോദിസ സ്വീകരിക്കാത്തവരെല്ലാം ഈ കുർബാനയിൽ സംബന്ധിക്കാനായിട്ട് വന്നിരുന്നു. അവർക്ക് വാസ്തവത്തിൽ ഈ പതിന ശുശ്രൂഷയും കഴിഞ്ഞ് ഒരു ആശീർവാദം, അതാണ് നമ്മുടെ കുർബാനയിൽ ഇപ്പൊ കാണുന്നത്. സഹോദരരെ, കൈവപ്പിനായി നിങ്ങൾ തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യും. അത് ഇവരെ എല്ലാം ഉദ്ദേശിച്ചായിരുന്നു. ഇങ്ങനെ ഈ പിന്നീട് അനാഫറയിൽ പങ്കുകൊള്ളാൻ യോഗ്യതയില്ലാത്തവർക്ക് ഈ സമയത്ത് ഒരു ആശീർവാദം നൽകി അവരെ പറഞ്ഞയച്ചിരുന്നു. അതിനു വേണ്ടിയാണ് ഈ ആദ്യകാലത്ത് ഈ സമയത്ത് കുർബാനയിൽ ഈ പ്രകാരമുള്ള ഒരു ആശീർവാദം വരുവാനുള്ള കാരണം. ഇപ്പോ ഇതിന്റെ അനാഫ്ര ഓഫ് അദ്ദായിമാറിയാണ് ഇതിന്റെ കൂടുതലും ഘടനയിൽ പറയുകയാണെങ്കിൽ. അദ്ദായിമാറിയുടെ ഏകദേശ ഘടനയിലാണ് ഇതിന്റെ വ്യാഖ്യാനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. അതായത് ഈ ജ്ഞാനസ്നാനാർത്ഥികളെ പറഞ്ഞയക്കുന്നത് മുതൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ അതിന്റെ ഹുത്താമ വരെയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ കുർബാനയുടെ സമ്പന്നത നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സമ്പന്നത എന്ന് പറഞ്ഞാൽ അതിന്റെ
പാരമ്പര്യങ്ങളിലുള്ള സമ്പന്നത, അതിന്റെ പഴമയിലുള്ള സമ്പന്നതയോടൊപ്പം തന്നെ അതിന്റെ ദൈവശാസ്ത്ര സമ്പന്നത, ഇതെല്ലാം നമ്മുടെ കുർബാനയുടെ ഓരോ പ്രാർത്ഥനകളിലും ഉള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ കുർബാന എന്ന് പറയുന്നത് എത്രയോ എത്രയാ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണ് എന്നുള്ളതിന്റെ ഒരു പ്രധാന സൂചനയാണ്, പ്രധാന തെളിവാണ് ഈ ഹോമിലി 17 എന്ന് കാണാനായിട്ട് സാധിക്കും. ഇപ്പോ നമ്മുടെ കുർബാനയിലുള്ള ഓരോ പ്രാർത്ഥനകളും ഇപ്പൊ പുതിയത് ആരെങ്കിലും രചിച്ചതൊന്നും അല്ല. അത് ദായിമാറിയുടെ കാലം മുതൽ, അതായത് 3-ാം നൂറ്റാണ്ട് മുതൽ നമ്മുടെ കുർബാനയിൽ ഈ ഏകദേശം ഈ ഘടന നമുക്കുണ്ട് എന്ന് തെളിവുകളുടെ പിൻബലത്തിൽ നമുക്ക് വ്യക്തമാക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോ ഇതിന്റെ ഘടനയെ കുറിച്ച് പറയുമ്പോൾ അദ്ദായിമാറി അനാഫ്രയുടെ പൊതുവായ ഘടനയാണ് ഈ ഹോമിലിക്കുള്ളത്. ഏത് 17ാമത്തെ ഹോമിലിക്ക് ഉള്ളത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അദ്ദായിമാറിയിൽ ഇല്ലാത്ത ചില ഘടകങ്ങളും ഈ ഹോമിലിയിലുണ്ട്. ഉദാഹരണത്തിന് സ്ഥാപന വിവരണം, വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ അദ്ദായിമാറിയുടെ അനാഫ്രയുടെ ഘടനയിൽ ഇല്ലാത്തൊരു കാര്യമാണ് വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. ഇത് പിൽക്കാലത്ത് അദ്ദായിമാറി അനാഫ്രയിലേക്ക് കൂട്ടിച്ചേർത്തതാണ്. അപ്പോൾ എന്നാൽ ഈ അനാഫ്ര, ഈ കുർബാന വ്യാഖ്യാനത്തിൽ, നർസായുടെ കുർബാന വ്യാഖ്യാനത്തില് ഈ വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പോൾ അത് ആരാധനക്രമ പണ്ഡിതർ പറയുന്നത് നെസ്തോറീസിന്റെ ചില ഭാഗങ്ങൾ, നെസ്തോറീസ് അനാഫ്രയുടെ ഉദാശക്രമത്തിന്റെ ചില ഭാഗങ്ങൾ ഇതിനകത്ത് ചില പദങ്ങളും ഭാഗങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. അങ്ങനെ നെസ്തോറീസിന്റെ അനാഫ്രയുടെ സ്വാധീനവും ഈ കുർബാന വ്യാഖ്യാനത്തിൽ കാണുവാൻ സാധിക്കും എന്നുള്ളത്. നെസ്തോറീസിന്റെ അനാഫ്ര എന്ന് പറയുന്നത് 5-ാം നൂറ്റാണ്ടിന് ശേഷം, 5-ാം നൂറ്റാണ്ടിന്റെ അവസാനമൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതിന്റെ ഈ ഓതർഷിപ്പിനെ കുറിച്ച് ചില സംശയങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞത്. പിന്നെ ഇതിനകത്ത് ഇപ്പൊ ഞാൻ പൊതുവായിട്ട് പറഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ഓരോ ആശയങ്ങളിലേക്ക് പിന്നീട് കടക്കാം, അതിന്റെ ഘടനയിലേക്കൊക്കെ. ഇതിനകത്ത് ചില പദങ്ങളും ശ്രദ്ധിക്കാനുണ്ട്. ചില പദങ്ങൾ എന്ന് പറഞ്ഞാല് പ്രാസ, രഹസ്യം എന്നുള്ള പദം പലയിടത്തും കാണുവാനായിട്ട് സാധിക്കും. പിന്നെ ഏതാണ് അച്ചാരം, പ്ലഡ്ജ്, റഹ്ബോനാദ് ഹയ്യൻ, അതായത് ജീവന്റെ അച്ചാരം എന്നുള്ള പദവും നർസായി പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഹോമിലിയുടെ ഒരു പ്രത്യേകതയാണ് ധാരാളം അടയാളങ്ങളും പ്രതീകങ്ങളും. ഏത് വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ തന്നെ അതാണല്ലോ, അടയാളങ്ങളും പ്രതീകങ്ങളും. കുർബാനയുടെ ഓരോ ഭാഗങ്ങളിലും പ്രാർത്ഥനകളിലുള്ള അടയാളങ്ങളും പ്രതീകങ്ങളും എല്ലാം വിവരിക്കുക എന്നുള്ളതാണ്. അത് നർസായി വളരെ ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓരോ ഭാഗങ്ങളും എടുത്ത് ഇതിന്റെ ഒക്കെ കുർബാനയിലെ ഓരോ പ്രാർത്ഥനകളുടെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ ഓരോ റിച്വൽസിന്റെ അർത്ഥം എന്താണ്, ഓരോ കർമാനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടല്ലോ. കാസായും വിലാസായും ബേസ്കസായും ഒരുക്കി മധുബഹായിലേക്ക് കൊണ്ടുപോകുന്നു, അൽത്താരയിൽ കൊണ്ടുവയ്ക്കുന്നു. അപ്പൊ ബലിപീഠത്തിൽ പ്രതിഷ്ഠിക്കുന്നതിന്റെ അർത്ഥം, അല്ലെങ്കിൽ ബലിപീഠത്തിന്റെ അർത്ഥം, ഇങ്ങനെ ഓരോന്നിന്റെയും ലിറ്റർജിക്കൽ വെസ്റ്റിമെന്റ്സിന്റെ അർത്ഥം, ലിറ്റർജിക്കൽ പേഴ്സൺസിന്റെ അർത്ഥം, ലിറ്റർജിക്കൽ സ്പേസിന്റെ അർത്ഥം, ഇതെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഹോമിലി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് തിയോളജിക്കലി വെരി റിച്ച് ഹോമിലി. ദൈവശാസ്ത്രപരമായിട്ടും ആരാധനക്രമപരമായിട്ടും ഒക്കെ വളരെ സമ്പന്നമായിട്ടുള്ളതാണ്. കാരണം ഇതിനകത്ത് പൗരോഹിത്യത്തെ കുറിച്ചുള്ള ധാരാളം കാഴ്ചപ്പാടുകൾ, നൂതനമായിട്ടുള്ള അന്നത്തെ കാലത്തെ ഏറ്റവും ഇതാണ് നമ്മുടെ പൗരോഹിത്യത്തെ കുറിച്ചുള്ള അടിസ്ഥാന കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഈസ്റ്റ് സിറിയൽ അല്ലെങ്കിൽ പൗരസ്ത്യ കാഴ്ചപ്പാടുകൾ, പൗരസ്ത്യ സുറിയാനി സഭയുടെ കാഴ്ചപ്പാടുകളെല്ലാം തന്നെ ഈ നർസായുടെ പ്രീസ്റ്റ്ഹുഡിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും എല്ലാം വന്നിരിക്കുന്ന ഈ ഹോമിലിയിൽ നിന്നുമാണ്. നർസായുടെ ഈ ഹോമിലിയിൽ നിന്നാണ് അതിന്റെ അടിസ്ഥാനം പൊതുവായിട്ട് വന്നേക്കുന്നത്. സുറിയാനി സഭയിലെ പൗരോഹിത്യത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെല്ലാം തന്നെ ഇതിനകത്താണ് വന്നിരിക്കുന്നത്. ഇത് ലാറ്റിൻ ലിറ്റർജിയിലും വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്, ലാറ്റിൻ തിയോളജിയിലും സ്വാധീനിച്ചിട്ടുണ്ട് സാധിക്കും. അതുപോലെ തന്നെ പൗരോഹിത്യത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഉള്ളതുപോലെ തന്നെ നർസായുടെ ഈ ഹോമിലിയിൽ ധാരാളം യുഗാന്ത്യോന്മുഖ ചിന്തകൾ അടങ്ങിയിട്ടുണ്ട്. അതും ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് എന്താണ്, ഈ പൗരസ്ത്യ സുറിയാനി സഭയുടെ യുഗാന്ത്യോന്മുഖ ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാനമായിട്ടാണ് ഇതെല്ലാം വരുന്നത്. ഈ നർസായുടെ ഹോമിലിയും എബ്രഹിമിന്റെ ഹോമിലിയിലും ഗീതങ്ങളിലും എല്ലാം കാണുന്ന ചിന്തകളാണ് പൗരസ്ത്യ സുറിയാനിയുടെ അടിത്തറകളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവശാസ്ത്ര ചിന്തകൾ വിവിധ ശാഖകളുണ്ടല്ലോ, അത് യുഗാന്ത്യോന്മുഖമായിരിക്കാം, അല്ലെങ്കിൽ ന്യൂമറ്റോളജിക്കൽ, അതായത്
പരിശുദ്ധ റൂഹ വിജ്ഞാനീയം. കാരണം റൂഹായുടെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെയധികം നർസായി ഓരോ പ്രാർത്ഥനകളിലും വ്യാഖ്യാനിച്ച് നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോ ഇതൊക്കെയാണ് പൊതുവായിട്ട് എനിക്ക് ഒരു പശ്ചാത്തലമായിട്ട് പറയാനായിട്ട് ഉള്ളത്. ഇതിന്റെ ബലത്തിൽ നമുക്ക് ഈ പ്രാർത്ഥനകളിലേക്ക്, നമ്മുടെ ഈ കമന്ററിയിലേക്ക് നമുക്ക് പോകാം. അതായത് ഈ കമന്ററി എന്ന് പറഞ്ഞാല് ഇത് RH കൊണോള്ളിയാണ് ഇത് ഇംഗ്ലീഷിലേക്ക് ചെയ്തിട്ടുള്ള സുറിയാനിയിൽ നിന്നും. അപ്പൊ ഇതിലെ ഈ കമന്ററികളിൽ ഏറ്റവും പഠിക്കാൻ എളുപ്പമുള്ളതും കൂടുതൽ ഉപകാരപ്രദവുമായിട്ടുള്ള ഒരു ഹൊമിലിയാണ് 17ാമത്തെ ഹൊമിലി. അതാണ് ദിവ്യരഹസ്യങ്ങളെ കുറിച്ചുള്ള വ്യാഖ്യാനം എന്ന് പറയുന്നത്, എക്സ്പോസിഷൻ ഓഫ് ദ മിസ്റ്ററീസ്. അല്ലെങ്കിൽ സുറിയാനി പറയുന്നതാണ് പൂശാക്ക് റാസെ. പൂശാക്ക് റാസെ എന്നാണ് അതിന്റെ സുറിയാനി പേര്. അപ്പോ ഇത് ഞാൻ മലയാളത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് സുറിയാനിയിൽ അത് എളുപ്പമാവില്ല. പിന്നെ പൊന്നുമരിക്ക് അച്ഛൻ പറഞ്ഞു ഇംഗ്ലീഷ് കൊടുത്താലും ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ട് ഇത്. കുറെ മുഴുവൻ തീർന്നിട്ടില്ല, കാരണം കുറെ സമയം എടുക്കണം. ഇത് ഞാൻ ഇതിന്റെ ഏകദേശം എപ്പിഗ്ലേസിസ് വരെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെയുണ്ട് കുറെ ഭാഗങ്ങളും കൂടി ഉണ്ട് വിവർത്തനം ചെയ്യാനായിട്ട്. അപ്പൊ ഇത് വായിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം പിടി കിട്ടും. ഇത് 10-20 പേജായി. കമ്മ്യൂണിയൻ വരെ ഏകദേശം ആയിട്ടുണ്ട്. കമ്മ്യൂണിയന്റെ അടുത്ത് വരും. അത് തന്നെ, കമ്മ്യൂണിയൻ ആയില്ല അതുവരെ. അതായത് വിഭജന ശുശ്രൂഷ വരെയാണ് ആയിട്ടുള്ളത്. ഇത്രയാണ് അതിന്റെ ഒരു ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതിനകത്തുള്ള ഓരോ പ്രാർത്ഥനകളുടെ അർത്ഥം നമുക്കൊന്ന് നോക്കി പോകാം. നിങ്ങൾക്ക് എളുപ്പമാകാനായിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ വെളിച്ചത്തിൽ നമുക്ക് ഓരോന്നും ഇനിയിപ്പോ ഞാൻ പറഞ്ഞതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇത് വായിച്ചു പോകുമ്പോൾ ഓരോന്ന് പറഞ്ഞോളാം. അതായത് ഈ ആദിമകാലത്ത് ഓരോ പ്രസംഗങ്ങളും എഴുതുമ്പോൾ അവരൊരു പ്രത്യേക ശൈലിയിൽ അവരുടെ അയോഗ്യതയെല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ടാണ് പൊതുവെ അവർ തുടങ്ങുന്നത്. അതായത് എനിക്കിതിന് യോഗ്യതയില്ല, ഞാൻ അയോഗ്യനാണ്. അതായത് മിശിഹായുടെ ദിവ്യരഹസ്യങ്ങളെ കുറിച്ച്, കുർബാനയെ കുറിച്ചുള്ള ഒരു വ്യാഖ്യാനമാണല്ലോ ഇവർ രചിക്കുന്നത്. അതുകൊണ്ട് ഇവർ പറയുകയാണ് എനിക്കിതിന് യോഗ്യതയില്ല എന്നാണ് ആദ്യത്തെ ഒരു പാരഗ്രാഫിൽ ഈ ഹൊമിലിയുടെ പറയുന്നത്. അതെല്ലാം നിങ്ങൾ വായിച്ചാൽ മതി. അതായത് കണ്ടോ, ആമോസിന്റെ പുത്രനോട് ഞാൻ നിലവിളിക്കാൻ തുടങ്ങി, ഞാൻ അശുദ്ധനാണ്, അശുദ്ധിയുടെ ഇടയിൽ വസിക്കുന്നവനാണ്. ഈ യേശയ്യായുടെ ദർശനമാണ് ഇതിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് പക്ഷേ എനിക്ക് ദൈവത്തിന്റെ കൃപ മൂലം ശക്തി ലഭിക്കുന്നു എന്നുള്ളതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്, ഒരു പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇതുണ്ട്, മഹത്വപൂർണമായ രഹസ്യങ്ങളുടെ അദൃശ്യ സ്ഥലത്ത് പ്രവേശിക്കാൻ റൂഹ എന്നെ അനുവദിച്ചു. അതുകൊണ്ട് ഈ വിവരണം നിങ്ങൾ ശ്രവിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആദ്യം തന്നെ പറയാണ്, ഞാൻ പറഞ്ഞല്ലോ, അതായത് രഹസ്യങ്ങളെ കുറിച്ച് ഇതിനകത്ത് ധാരാളം പറഞ്ഞു, രഹസ്യം എന്ന പദം. അതുകൊണ്ട് തന്നെയാണ് എനിക്കൊരു രഹസ്യമുണ്ട്. ഇത് യേശയ്യാ 24:16. എനിക്കൊരു രഹസ്യമുണ്ട്, എനിക്കൊരു രഹസ്യമുണ്ട്. റാസ്ലി എന്നാണ് സുറിയാനി കിടക്കുന്നത്. എനിക്കൊരു രഹസ്യമുണ്ട്. ഐ ഹാവ് എ മിസ്റ്ററി എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകന്, യേശയ്യാ പ്രവാചകന് ഈ നർസായി ഉദ്ധരിച്ചിരിക്കുന്നത്. ഈ പ്രാർത്ഥന മലങ്കര ക്രമത്തിൽ അവര് ചെല്ലുന്നുണ്ട്. റാസ്ലി എന്ന് പറഞ്ഞൊരു അവർക്കൊരു പ്രാർത്ഥന തന്നെയുണ്ടത്. നിനക്കറിയാവുന്ന ഈ രഹസ്യത്തെ കുറിച്ച് മനനം ചെയ്യുക, എന്നിട്ട് നീ ഇതിന് വ്യാഖ്യാനം ചമയ്ക്കുക. മഹോന്നതമായ രഹസ്യങ്ങൾ സഭ രഹസ്യാത്മായി സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ ഒരു ചിത്രം പോലെ അവർ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നു. ഈശോയുടെ മരണോത്ഥാന രഹസ്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും വ്യാഖ്യാനിക്കുന്നത് എന്നുള്ളതാണ്. സംഭവിച്ചതും സംഭവിക്കുന്ന കാര്യങ്ങൾ രഹസ്യാത്മകമായി, അതായത് സംഭവിക്കുന്നതുമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുർബാനയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഈശോയുടെ പരസ്യ ജീവിതം, പീഡാനുഭവം, മരണം, ഉത്ഥാനം, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത്. ഈ കാര്യങ്ങൾ രഹസ്യാത്മകമായ രഹസ്യങ്ങളിലൂടെ സഭ നമുക്ക് കാണിച്ചു തരുന്നു കുർബാനയുടെ സമയത്ത് എന്നുള്ളതാണ്. മിസ്റ്ററി, കുർബാനയെ തന്നെ വിളിക്കുന്ന നമ്മൾ എങ്ങനെയാണ്? സീക്രട്ട് മിസ്റ്ററി എന്നാണ്. പിന്നെ വിജാതിരിൽ നിന്നും രഹസ്യത്തിൽ സഭ തന്റെ രഹസ്യങ്ങൾ ചിത്രീകരിക്കുന്നു. വിജാതിരെ
അനാഫ്രയുടെ ഭാഗത്ത് വിജാതിയർക്ക് അയോഗ്യർക്ക് പ്രവേശനം ഇല്ല. മധുബഹായിൽ പുരോഹിതൻ രഹസ്യാത്മകമായി പരികർമ്മം ചെയ്യുന്നു. മധുബഹ വിധിയൊക്കെയുള്ള നമുക്കറിയാമല്ലോ. അദ്ദേഹം പൂർത്തീകരിക്കുന്ന ആരാധ്യമായി രഹസ്യങ്ങൾ പങ്കുചേരുന്ന സഭയുടെ സന്താനങ്ങൾ. അപ്പൊ ഈ അനാഫ്രയിൽ പങ്കുചേരാൻ യോഗ്യതയുള്ള ആർക്കൊക്കെയാണെന്ന്? സഭയുടെ സന്താനങ്ങൾക്ക്, മക്കള്, മാമോസ സ്വീകരിച്ചവര്, മുദ്രിതരായെന്ന് പറഞ്ഞാൽ റൂഷ്മ, അതായത് തൈലാഭിഷേകം സ്വീകരിച്ചവര് എന്നുള്ളതാണ്. അപ്പൊ ഇവർക്കൊക്കെയാണ് അനാഫ്ര ഭാഗത്തേക്ക് പ്രവേശിക്കാനായിട്ട് യോഗ്യതയുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്യും? അതിനു മുമ്പായിട്ട് തന്നെ അവരെ പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. അതിനു വേണ്ടിയാണ് എക്സ്പെൽഷൻ ഓഫ് ദ കാറ്റക്യൂമൻസ് അവരെ പറഞ്ഞു. അതിനുവേണ്ടിയാണ് 2-3 ഈ ആഹ്വാനങ്ങൾ കൊടുത്തിരിക്കുന്നത്. ശംശാനമായല്ലോ ഡീക്കന്മാരിലോ ശ്രോതാക്കളോട് സഭ ഉദ്ഘോഷിക്കുന്നു. എന്താണ്? അവരെ പറഞ്ഞയക്കുന്നതിന് മുമ്പ് അവരോട് പറയുകയാണ്, നിങ്ങളെല്ലാവരും തലകുനിക്കുവിൻ. ഓ ശ്രോതാക്കളെ, വിശ്വാസികളെ, മാമോസ സ്വീകരിച്ചവരെ നിങ്ങൾ തലകുനിക്കുവിൻ. പുരോഹിതനിൽ നിന്നും കൈവപ്പ് വഴി ആശീർവാദം സ്വീകരിക്കും. കാരണം സ്യാമീത, ഇമ്പോസിഷൻ ഓഫ് ഹാൻഡ്സ്, അങ്ങനെ ബുത്സ, ആശീർവാദം സ്വീകരിക്കാനാണ് പറയുന്നത്. അവർ ആശീർവദിക്കപ്പെട്ട് കഴിയും മറ്റൊരു പ്രഘോഷണം നടത്തുന്നു. ഇങ്ങനെ ആശീർവാദം എല്ലാവർക്കും കൊടുക്കുന്നു. അന്നേരമാണ് ഒരു പ്രഘോഷണം നടത്തുന്നത്. എന്നാ പറയണേ? മാമോസ സ്വീകരിക്കാത്തവര് പുറത്തു പോകട്ടെ, അവർ പുറത്തു പോകട്ടെ, സഭയുടെ രഹസ്യങ്ങളിൽ പങ്കുചേരാൻ അവർക്ക് യോഗ്യതയില്ല. കാരണം മാമോസ സ്വീകരിച്ചവർക്ക് മാത്രം, കുടുംബത്തിലെ അംഗങ്ങളായവർക്ക് മാത്രമേ അതിന് അവകാശമുള്ളൂ എന്ന് ഈ ശംശാന പ്രഘോഷിക്കുന്നു. വീണ്ടും മറ്റൊരു രീതിയിൽ വേറൊരു പ്രഘോഷണം സഭ നടത്തുന്നു. ജീവന്റെ അടയാളം സ്വീകരിക്കാത്തവര് ഇവിടെ നിന്നും പുറത്തു പോകട്ടെ. ഊഷ്മാത് ഹയ്യേ എന്നാണ് സുറിയാനി കിടക്കുന്നത്. ജീവന്റെ അടയാളം സ്വീകരിക്കാത്തവർ, അതായത് തൈലാഭിഷേകവും ആണ് ഉദ്ദേശിക്കുന്നത്. ഭാഷണത്തിന്റെ വികരമായ മഹത്വത്തെ അവർക്ക് അനുഭവിക്കുക. തിരികെ മുദ്ര സഭയുടെ രഹസ്യങ്ങൾ അവർക്ക്, പിന്നെ തന്റെ വിശ്വാസം പരിത്യജിച്ചു പോയവരെ, ചിലര് വീണ്ടും തന്റെ തെറ്റുകളെ ഓർത്ത് വിശ്വാസം ഉപേക്ഷിച്ചവരുണ്ട്. അവർ പഴയ അവസ്ഥയിൽ തിരികെ പോയവർക്ക് സൂക്ഷ്മ വഴി പാവമോചനം നേടുന്നവരെ അവര് അനാഫ്രയിൽ കുദാശ കുർബാനി പങ്കുചേരലിൽ നിന്ന് വീണ്ടും മറ്റൊരു ക്രമത്തിൽ അവൾ ഉദ്ഘോഷിക്കുന്നു. ശരീരരക്തങ്ങൾ സ്വീകരിക്കാതെ, വിശുദ്ധ കുർബാന സ്വീകരിക്കാത്തവർ പുറത്തു പോകട്ടെ എന്ന്. അതായത് ഇവരെല്ലാം വളരെയധികം ഒരുങ്ങിയൊക്കെയാ വന്നത്. പക്ഷെ അങ്ങനെ ആരെങ്കിലും ഇനിയിപ്പോ കുർബാന സ്വീകരിക്കാത്തവർ ആരൊക്കെയാണ്? അതിന് ഏതെങ്കിലും തെറ്റുകളൊക്കെ ചെയ്തവരാണ് കുർബാന സ്വീകരിക്കാത്തവർ. അങ്ങനെയുള്ളവർ പുറത്തു പോകട്ടെ. പൗരോഹിത്യത്താൽ, പിന്നെ ഏതാണ്, പൗരോഹിത്യത്താൽ നിയന്ത്രിക്കപ്പെട്ടവര്, രഹസ്യങ്ങൾ സ്വീകരിക്കാൻ അനുവാദമില്ലാത്തവര്, തെറ്റുകൾ, പരസ്യഭാവികള്, അല്ലെങ്കിൽ അവര് പൗരോഹിത്യത്താൽ, പുരോഹിതനാൽ അവർക്ക് യോഗ്യതയില്ല എന്ന് കൽപ്പിക്കപ്പെട്ടവര്, കുർബാന അർപ്പിക്കുന്ന വേളയിൽ അവർ ഇവിടെ നിൽക്കരുത്. സഭാ നിയമം മൂലം ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന മുടക്കമുള്ളവര് ദിവ്യരഹസ്യങ്ങൾ അർപ്പിക്കുന്ന വേളയിൽ ഇവിടെ നിൽക്കരുത്. ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ കഴിയാത്ത രോഗികൾ, ബലഹീനർ, അവരും ഹൈക്കലായിൽ നിൽക്കരുത്. ഹൈക്കല എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ദൈവജനം, വിശ്വാസികൾ നിൽക്കുന്ന സ്ഥലമാണ് ഹൈക്കല. മധുബഹ, ഹൈക്കല എന്നുള്ളത് എന്താണ്? ഭൂമിയുടെ അടയാളമാണ് ഹൈക്കല. മധുബഹ സ്വർഗത്തിന്റെ അടയാളമാണ്. മദ്ബഹ, മത് ദബഹ, ദബഹ ബലി അർപ്പിക്കുന്ന സ്ഥലം എന്നാണ്. അതായത് മധുബഹ സാങ്ച്വറി എന്ന് പറയുന്ന ഭാഗം. അപ്പൊ ഇങ്ങനെ അയോഗ്യരായവരെ പറഞ്ഞയക്കുന്നു. അപ്പൊ അവരെന്നാ ചെയ്യണത്? അവര് പറയാണ്, അവരെല്ലാവരും കൂടെ വലിയ വിലാപത്തോടു കൂടി പള്ളിയുടെ മോണ്ടളത്തിൽ പോയി നിൽക്കും. അവരെവിടെയാ? അവർക്ക് കൈക്കലായിൽ നിൽക്കാൻ യോഗ്യതയുണ്ടോ? ഇല്ല. അന്നേരം എന്താണ് പറയുന്നത്? ഈ ശുശ്രൂഷകൾ പറയുന്നത്, നിങ്ങൾ പോയി പള്ളിയുടെ മോണ്ടളത്തിൽ നിൽക്കാൻ. കാരണം ദേവാലയത്തിനകത്ത് നിൽക്കാൻ അവർക്ക് യോഗ്യതയില്ല. അവർ തെറ്റുകളെല്ലാം അനുദപിച്ച് വീണ്ടും വരേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവരോട് പറയാം മോണ്ടളത്തിൽ നിൽക്കാൻ പോയി. അപ്പോ ഇപ്പൊ പലരും മോണ്ടളത്തിൽ തന്നെ. അങ്ങനെ അയോഗ്യത നോക്കിയല്ല, പലരും കാറ്റ് കൊള്ളാനും കാഴ്ചകൾ കാണാനൊക്കെ ആയിട്ട് പലരും മോണ്ടളത്തിലൊക്കെ പോയി നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് ഓർക്കണം, പണ്ട് ഈ മോണ്ടളം എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയുള്ള സ്പേസ് ആയിരുന്നു? അയോഗ്യരായിട്ടുള്ളത് നിൽക്കാണ്, പരസ്യഭാവികളൊക്കെ നിൽക്കുന്ന. ഇന്നിപ്പോ എല്ലാവരും, ഒത്തിരി പേര് എവിടെയാണ്? പലരും മോണ്ടളത്തിലൊക്കെ വളരെ അലസമായിട്ടൊക്കെ നിൽക്കുന്ന കാണാറുണ്ട്. പക്ഷേ നമ്മൾ യോഗ്യതയുള്ളവരാണ്. നമ്മൾ ദേവാലയത്തിൽ ഹൈക്കലയിലാണ് നിൽക്കേണ്ടത് എന്ന് ഓർക്കുക. അല്പം ചിലപ്പോൾ കുറവാണെങ്കിൽ പോലും അസൗകര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ദേവാലയത്തിൽ ഹൈക്കലായി നിന്ന് ഭക്തിപൂർവ്വം വിശുദ്ധ കുർബാന സജീവമായി പങ്കുചേരുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വവും ദൈവകൃപ ലഭിക്കാനുള്ള പ്രധാന മാർഗവും എന്ന് പറയും. ദേവാലയത്തിനകത്ത് ആനത്തോടെ നിൽക്കുന്നവരെ അഭിനന്ദിക്കുന്നു. ഈ മോണ്ടളത്തിലെ പാപികളായിട്ടുള്ളവർ, അയോഗ്യരായിട്ടുള്ളവർ നിന്ന് ദേവാലയത്തിലുള്ളവരെ അഭിനന്ദിക്കുന്നു.
തങ്ങൾക്ക് മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തെ ഓർത്ത് അവര് സ്വയം പഴിക്കുകയും ദുരിതമെന്ന് പറയുകയും ചെയ്തു. ദേവാലയത്തിൽ നിന്ന് അവരെ പുറത്താക്കുകയും സഭയുടെ ഇതാണ് ആദിമകാലത്ത് നിലനിന്നിരുന്നത്. ഈ ഒരു രീതി എന്ന് പറയുന്നത് ഇപ്പൊ ഇല്ല. അതുകൊണ്ട് നമുക്ക് അത്രയും മനസ്സിലാവില്ല. പണ്ട് ഇത് വളരെ കർശനമായിട്ട് നടപ്പിലാക്കിയിരുന്ന കാര്യമാണ്. അങ്ങനെയില്ല. ഇത് എന്തിന്റെ സൂചനയാണെന്ന് നർസായി വ്യാഖ്യാനിക്കുകയാണ്. നമുക്ക് സുവിശേഷത്തിൽ വായിക്കാലോ. അതായത് അന്ത്യവിധി നാളിൽ നല്ലവരെ കർത്താവ് എന്നാ ചെയ്യും? തന്റെ വലതുവശത്തേക്കും ദുഷ്ടരെ തന്നെയാണ് തന്റെ ഇടതുവശത്തേക്കും ഇടതുവശത്തേക്കും മാറ്റി വേർതിരിക്കും, അല്ലേ? അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഗേഹന്നായുടെ അന്ധകാരത്തിലേക്ക്, നരകത്തിന്റെ അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുന്നവരെയാണ് പുറത്താക്കുക വഴി സൂചിപ്പിക്കുക. മഹത്വത്തിന്റെ വസ്ത്രം ധരിക്കാത്ത ഒരുവനെ രാജാവ് കാണുകയും പുറത്തെ അന്ധകാരത്തിലേക്ക് അവനെ ബന്ധിച്ച് പുറന്തള്ളാനും കൽപ്പിക്കുന്നു. അപ്പോ ഇതാണ് ഇതിന്റെ യുഗാന്ത്യോന്മുഖ മാനം എന്ന് പറയുന്നത്. ഈ കർമ്മത്തിന്റെ യുഗാന്ത്യോന്മുഖ മാനം എന്നുള്ളത് നമുക്ക് അത്രയും കാരണം ഇപ്പൊ അങ്ങനെ ആരെയും പുറന്തള്ളുന്നില്ല, ആരെയും പുറത്താക്കുന്നില്ല. അതേസമയം ആദിമകാലത്ത് അങ്ങനെ നിലനിന്നിരുന്നു. അത് ഇതിന്റെ അടയാളമായിട്ടാണ്, അന്ത്യവിധിയുടെ സൂചനയുമായിട്ടാണ്. എസ്കറ്റോളജിക്കൽ ഡൈമെൻഷൻ ഓഫ് ദിസ് റൈറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ഹിയർ. നർസായി പറയുകയാണ് ഇങ്ങനെ ഈ ചെയ്യുന്നതിന്റെ അർത്ഥവും അത് എന്തിന്റെ ഈ സൂചനയാണെന്നുള്ളത്. പിന്നെ ശ്രോതാക്കളെ കുറിച്ച് ഇപ്രകാരം പ്രഘോഷണം നടത്തി കഴിയുമ്പോൾ അവർ പോകുന്നു. പിന്നെ അവര് മണ്ഡലത്തിലല്ല നിൽക്കുന്നേ, ബാക്കിയുള്ളവര് ഐക്യരായി നിൽക്കുന്നു. അപ്പൊ അയോഗ്യരായിട്ടുള്ളവരെല്ലാം ഇറങ്ങിക്കഴിയുമ്പോ ദേവാലയ വാതിലുകള് അടയ്ക്കുന്നു. ദേവാലയത്തിന്റെ വാതിലുകൾ അടയ്ക്കുകയും പിന്നെ ആരും അകത്തേക്ക് കയറാതിരിക്കാനായിട്ട് അതിനെ ജാഗ്രതയോടെ കാക്കുകയും ചെയ്യുന്നു. വിജാതിൽ പ്രവേശിച്ച സർവ്വത കൂലിക്കാരെ പോലെ വാതിലുകളുടെ അടുത്ത് നിൽക്കുന്നു. കാരണം അവര് സഭയുടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുചേരുന്നില്ല, സഭാ കുടുംബത്തിലെ അംഗവുമല്ല, അംഗമാവണുള്ളൂ. അവര് അനുദപിച്ച് തിരിച്ചു വന്നാലാണ്. അതായത് അതുകൊണ്ടോ തന്റെ സമ്പാദ്യം മുഴുവൻ ചെലവഴിച്ച ശേഷം പിതാവിന്റെ ദാസൽ ഒരുവനെ പോലെ തന്നെ സ്വീകരിക്കണമെന്ന് എളിമയുടെ അപേക്ഷിച്ച ധൂർത്തപുത്രനെ പോലെയാണ് ഇവര് ഈ മോണ്ടലത്തിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് നർസായി വ്യാഖ്യാനിക്കുന്നത്. ഇനി അടുത്തത് ദേവാലയത്തിലുള്ളവരോട് പറയുകയാണ്, ഈ സമയത്ത് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കോപവും വെറുപ്പും ഒക്കെ ഉണ്ടെങ്കിൽ അത് നീക്കി കളയുക. കാരണം ഈ ജ്ഞാനസ്നാനാർത്ഥികളെ പറഞ്ഞയച്ചതിന് ശേഷം പിന്നെ എന്താണ് നമ്മൾ കുർബാനയെ കാണുന്നത്? പ്രീ അനാഫ്രൽ പാർട്ടാണ്. അതായത് അനാഫ്രയ്ക്ക് മുമ്പുള്ള ചില വിധികളും കർമ്മങ്ങളും പ്രാർത്ഥനകളും ഒക്കെയാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോ ഈ പ്രത്യേകിച്ച് ഒരുക്ക ശുശ്രൂഷയാണ്. അതായത് ഒരുക്ക ശുശ്രൂഷ. അതുകൊണ്ടാണ് നർസായി പറയുന്നത് ശംശാനയോടുകൂടി ഈശോ പീലാസയിലും കാസയിലുമായി പീഡാനുഭവത്തിനായി പോകുന്നു. അവന്റെ മരണത്തിന്റെ പ്രതീകമായി പീലാസയിൽ അപ്പം വയ്ക്കുന്നു, കാസയിൽ രക്തം ഒഴിക്കുന്നു. അവന്റെ മരണത്തിന്റെ പ്രതീകമായി അവർ തങ്ങളുടെ കരങ്ങളിൽ വഹിക്കുന്നു. മധുബഹായിൽ വഹിക്കുകയും പ്രതിഷ്ഠിക്കുകയും മൂടുകയും ചെയ്യുമ്പോൾ ഈശോയുടെ മൃതസംസ്കാരത്തെ ചിത്രീകരിക്കുന്നു. അപ്പോ ഒരുക്ക ശുശ്രൂഷയെ കുറിച്ചാണ് പറയുന്നത്. നമ്മളിത് കണ്ടിട്ടുണ്ടാവുമല്ലോ, അപ്പവും വീഞ്ഞും ഒരുക്കുന്നതൊക്കെ. ഒരുക്കുന്ന എവിടെയാണ്? ബേസ് ഗസായിലാണ്. ബേസ് ഗസ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ബേസ് ഗസ ബൈതാദ് ഗസ, അതായത് ഹൗസ് ഓഫ് ട്രഷർ എന്നുള്ളതാണ്. നിക്ഷേപ ഭവനം അല്ലെങ്കിൽ നിക്ഷേപ ആലയം എന്നൊക്കെയാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. അന്നത്തിന്റെ പ്രതീകമായി പീലാസയിൽ അപ്പം, കാസയിൽ രക്തവും. നമുക്കറിയാം ഇരു ബേസ്കസിൽ നിന്നുമായിട്ടാണ് വളരെ ആഘോഷപൂർവമായിട്ട് ബലിപീഠത്തിലേക്ക് കൊണ്ടുവരിക. മരണത്തിന്റെ പ്രതീകമായി ഡീക്കന്മാർക്ക് കൊണ്ടുവരാം, അവർ തങ്ങളുടെ കരങ്ങളിൽ വഹിക്കുന്നു. ഇവ മധുബഹായിൽ വയ്ക്കുകയും പ്രതിഷ്ഠിക്കുകയും പിന്നെ ഒരു കാർമ്മികൻ അതിനെ പ്രതിഷ്ഠിക്കുന്നു, മൂടുകയും ചെയ്യുമ്പോൾ അതെന്താണ് സൂചിപ്പിക്കുന്നത്? മൂടുന്നുണ്ട്, ശ്വാസപ്പെട്ട് മൂടുന്നത്. അത് ഈശോയുടെ മൃതസംസ്കാരത്തെ, ബറിയലിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് നർസായി പറയുന്നത്. നമുക്കിതൊക്കെ അറിയാറ്, കുറച്ചൊക്കെ അറിയാറുണ്ട്. പക്ഷെ ഇത് ഈ പറഞ്ഞ അർത്ഥങ്ങളൊക്കെ ആരാ പറഞ്ഞതെന്ന് നമുക്കറിയില്ല. ഇതൊക്കെ എല്ലാം പറഞ്ഞേക്കുന്നത് നർസായി ആണ്. അത് നമ്മൾ ഓർത്തിരിക്കുന്നു. നർസായി ആണ് ഈ പറഞ്ഞ അപ്പവും വീഞ്ഞും ഒരുക്കുന്നതും അത് മൂടുന്നതും പ്രതിഷ്ഠിക്കുന്നതിന്റെ ഒക്കെ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. അതായത് ഈശോയുടെ പീഡാനുഭവ യാത്ര, മരണം, സംസ്കാരം, ഇതൊക്കെയാണ് പ്രകാരം കാസ പീലാസ മൂടുന്നതും സൂചിപ്പിക്കുന്നത് എന്നതാണ്. ഈ സമയത്ത് ശംശാനമാർ യഹൂദരുടെ സാദൃശ്യം വഹിക്കുന്നില്ല. പ്രത്യുത ഈശോയുടെ പീഡാനുഭവ സമയത്ത് ശുശ്രൂഷിച്ച മാലാഖമാരെ പോലെയാണ് അവരെ. ശംശാനമാരല്ലേ ഇങ്ങനെ ചെയ്യുന്നത്? ഡീക്കൻസ്
ദേ ആർ ദ സിംബിൾസ് ഓഫ് ദി ഏഞ്ചൽസ് എന്നാണ് നർസായി പറയുന്നത്. യഹൂദൻ, അതായത് ഈശോയുടെ മരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച ആരാണ്? യഹൂദ പുരോഹിതന്മാരും പ്രമുഖന്മാരും ഒക്കെ അല്ലായിരുന്നോ? അവരുടെ സാദൃശ്യമല്ല ഈ സമയത്ത് ഡീക്കന്മാര്, മറിച്ച് ഈശോയുടെ പീഡാനുഭവ സമയത്ത് ഈശോയെ ശുശ്രൂഷിച്ച ഈറയന്മാരെ പോലെയാണ് അവർ എന്നാണ് നർസായി പറയുന്നത്. പീഡാനുഭവ സമയത്ത് അവൻ മാലാഖമാരാൽ ശുശ്രൂഷിക്കപ്പെട്ടു. വേറെ ഒരു സമയത്ത് ഈശോ മാലാഖമാരെ ശുശ്രൂഷിക്കപ്പെട്ടു. എപ്പോഴാ? ഈശോ 40 രാവും 40 പകലും ഉപവസിച്ച് 40 ദിവസം ഉപവസിച്ചു കഴിഞ്ഞപ്പോഴല്ലേ അവസാനം ഉപവാസത്തിന് ശേഷം ഈശോ മാലാഖമാരാൽ ശുശ്രൂഷിക്കപ്പെട്ടു. മത്തായിയുടെ സുവിശേഷത്തിൽ കാണാനായിട്ട് സാധിക്കും 4-ാം അധ്യായത്തിൽ. അപ്പോ മാലാഖമാരാൽ ഈശോയുടെ പീഡാനുഭവത്തില് മരുഭൂമിയിലെ പരീക്ഷാ വേളയില് അപ്പോൾ രഹസ്യാത്മകമായി പീഡ സഹിക്കുന്ന അവന്റെ ശരീരത്തെ ഡീക്കന്മാർ പരിചരിക്കുന്നു. ഇപ്പോ ഇവിടെ ഈ സമയത്ത് ഈ പ്രൊസഷന്റെ സമയത്ത് ഡീക്കന്മാർ ഈശോയുടെ പീഡ സഹിക്കുന്ന ശരീരത്തെ പരിചരിക്കുന്നു. പുരോഹിതന്മാർ നിരനിരയായി മധുബഹായിൽ പ്രവേശിക്കുന്നു. വലിയ മഹത്വത്തോടെ വിഭൂഷിതമായ സൗന്ദര്യത്തോടെ നിലകൊള്ളുകയും ചെയ്യുന്നു. ബലിയർപ്പിക്കാൻ നിയോഗിക്കപ്പെടുന്ന പുരോഹിതൻ. പിന്നെ വേറെ ഒരു പ്രത്യേകത, ഈ സമയത്താണ് ബലിയർപ്പിക്കാനുള്ള പുരോഹിതനെ തെരഞ്ഞെടുക്കുന്നത്. കുർബാനയുടെ ആരംഭം മുതലേ അല്ല, ഈ അനാഫറയുടെ ഭാഗം ആരംഭിക്കുന്നതിന് മുമ്പായിട്ടാണ് ഒരാൾ ഇന്നയാൾ ബലിയർപ്പിക്കുക എന്ന് പറഞ്ഞ് നിയോഗിക്കപ്പെടുന്നു. അപ്പോൾ ആ സമയത്ത്, കാരണം കുർബാനയുടെ ഒരു പ്രധാന ഭാഗം ആരംഭിക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് അനാഫറ ഭാഗം ചെല്ലാനായിട്ട് ഒരു പുരോഹിതനെ തെരഞ്ഞെടുക്കുന്നത്. അപ്പോ ഈ സമയത്ത് ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന പുരോഹിതൻ ആരുടെ സാദൃശ്യം വഹിക്കുന്നു എന്നാണ് നർസായി പറഞ്ഞേക്കണേ? ഈശോയുടെ സാദൃശ്യം വഹിക്കുന്നു. നമ്മുടെ കർത്താവ് നമ്മളും അവന്റെ പിതാവ് തമ്മിൽ മാധ്യസ്ഥ്യം വഹിക്കുന്നു. ഈശോ നമ്മളും ദേവപിതാവും തമ്മിൽ മാധ്യസ്ഥം വഹിക്കും. ആ രീതിയിൽ പുരോഹിതനും മാധ്യസ്ഥം വഹിക്കുന്നു. ഇപ്പൊ നമുക്കറിയാമല്ലോ, ഈ ഇടയ്ക്ക് ഇന്ന് കാക്കനാട്ടെന്നൊരു ഡോക്യുമെന്റ് നമുക്ക് മാധ്യസ്ഥത്തെ കുറിച്ച് പ്രധാനമായിട്ടും ഇറക്കിയിട്ടുണ്ട്. മാതാവിന്റെ മാധ്യസ്ഥത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം റോമിൽ നിന്നും ഒരു ഡോക്യുമെന്റ് വരികയുണ്ടായി. അതിനെ ഒരു വ്യാഖ്യാനം എന്നുള്ള രീതിയിലാണ് നാളെ സർക്കുലറായിട്ട് വായിക്കാനായിട്ട് കത്തിൽ പിതാവ് ഒരു ഡോക്യുമെന്റ് ഇറങ്ങിയിരിക്കുന്നു. അപ്പോ ഈശോ ദൈവത്തിനും നമുക്കും ഇടയിൽ ഏകമധ്യസ്ഥനായിട്ട് ആരാ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈശോ മാത്രം ആണ് ഉള്ളത്. അപ്പോ മാതാവിനെ ആ രീതിയിലുള്ളൊരു മധ്യസ്ഥയായിട്ട് ചിത്രീകരിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആണ് അതിനകത്ത്. അതായത് ദൈവത്തിനും ദൈവജനത്തിനും ഇടയിൽ, മനുഷ്യർക്കും ഇടയിൽ ഏകമധ്യസ്ഥനായ മിശിഹ എന്നുള്ളതിന് ഊന്നൽ കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഡോക്യുമെന്റ്. അതുപോലെ തന്നെ മാതാവിനെ സഹരക്ഷകയായിട്ട് ചിലർ ചിത്രീകരിക്കുകയും മാതൃഭക്തി കൂടുതൽ ഒരു ഏതാണ് നമ്മുടെ ലക്ഷ്മണരേഖയൊക്കെ കടന്നു പോകുമ്പോൾ മാതാവിനോടുള്ള ഭക്തി കൂടുമ്പോൾ മാതാവിനെ സഹരക്ഷയായിട്ടൊക്കെ, കാരണം അത് ശരിയല്ല. കാരണം ഏകമധ്യസ്ഥനും ഏകരക്ഷകനും ഈശോ മിശിഹ തന്നെയാണ്. അതിന് ദൈവശാസ്ത്രപരമായിട്ട് കോട്ടം തട്ടാതിരിക്കാനായിട്ടാണ് വീണ്ടും പാപ്പ ഊന്നി പറഞ്ഞത് ഏകമധ്യസ്ഥൻ ഈശോ മിശിഹ മാത്രമാണ്. അപ്പൊ അതിനൊരു വ്യാഖ്യാനം അല്ലാതെ പുതിയതായിട്ട് ഒന്നും പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ഉണ്ടായിരുന്ന ദൈവശാസ്ത്ര ചിന്തകൾക്ക് അതിനൊരു കൂടുതൽ പിൻബലം നൽകുക എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അപ്പോ ബലിയർപ്പിക്കാൻ നിയോഗിക്കപ്പെടുന്ന പുരോഹിതൻ കർത്താവിന് സാദൃശ്യം വഹിക്കുന്നു. നമ്മുടെ കർത്താവ് നമ്മളും ദൈവവും ദൈവജനവും തമ്മിൽ മാധ്യസ്ഥം വഹിച്ചു. ഈ കാര്യം തന്നെയാണ് പാപ്പ ഊന്നി പറഞ്ഞിരിക്കുന്നത്. അപ്പോ എന്ന് പറഞ്ഞതുപോലെ പുരോഹിതൻ മാധ്യസ്ഥം വഹിക്കുന്നു. ഈശോയ്ക്കും നമുക്കും ഇടയിലുള്ള മധ്യസ്ഥനായിട്ട് പുരോഹിതൻ നിലകൊള്ളുന്നു എന്നാണ് നർസായി പറയുന്നത്. ഓ പുരോഹിത. പിന്നെ നർസായിയുടെ നമ്മൾ പറഞ്ഞല്ലോ, അതായത് നർസായിയുടെ ഈ വ്യാഖ്യാനത്തിൽ പൗരോഹിത്യത്തെ കുറിച്ച് ഒത്തിരി വലിയ ചിന്തകൾ, സുറിയാനി ദൈവശാസ്ത്ര ചിന്തകൾ പൗരോഹിത്യത്തെ കുറിച്ചുള്ളതെല്ലാം തന്നെ വന്നേക്കുന്നത് ഇവിടെ നിന്നുമാണ്. ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്.
സോറി. ഓക്കെ, ഇതിപ്പോ അരമണിക്കൂർ ആയാലും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാം. അല്ലെ ബ്രേക്ക് ഒന്നും വേണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ പോയാൽ പോരെയോ? പതിനേഴാമത്തെ ഹോമിലി മാത്രം നമുക്ക് ചർച്ചാ വിഷയമുള്ളൂ, പഠന വിഷയമായിട്ടുള്ളൂ. 4 ഹോമിലി എടുക്കണേ ഒത്തിരി സമയം എടുക്കും. മറ്റേതെല്ലാം പ്രീസ്റ്റ്ഹുഡ് അതെല്ലാം വേറെ ഹോമിലികളാണ്. നമുക്ക് ഈ 17ാമത്തെ ഹോമിലിയിലുള്ള കാര്യം, അതിന്റെ വ്യാഖ്യാനമല്ലേ ഇപ്പൊ ഞാൻ കാണിച്ചേക്കുന്നത്. അതിന്റെ വെളിച്ചത്തിലാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. ഇനി വേറെ എന്തെങ്കിലും ഇടയ്ക്ക് ചോദിക്കാം. പറഞ്ഞില്ലേ? അതെന്തുകൊണ്ടാ വചന ശുശ്രൂഷനെ പറ്റി ഒന്നും പറയാത്തതിന്റെ അകത്ത്? വചന ശുശ്രൂഷയൊക്കെ പിൽക്കാലത്ത് ഇതെല്ലാം ഈ ഓരോ നൂറ്റാണ്ടുകളിലൂടെ നമ്മുടെ കുർബാനയുടെ ഘടന രൂപപ്പെട്ടു വന്നതാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ അതേസമയം അടുത്ത വ്യാഖ്യാതാവ് വരുമ്പോഴേക്കും വചന ശുശ്രൂഷയെ കുറിച്ചും പറയുന്നുണ്ട്, ഗബ്രിയേൽ കത്രായും അങ്ങനെയുള്ളവരൊക്കെ. നർസായുടെ കാലത്ത് ഇതില്ലായിരുന്നു, അതുകൊണ്ടാണ്. അതുപോലെ ഈ റൂഷ്മ ചെയ്യപ്പെട്ടവർ എന്ന് പറയുന്നത് വേറൊരു സഭയെന്ന് മാമോദീസ സ്വീകരിച്ച് ഇങ്ങോട്ട് വന്ന തൈലാഭിഷേകം സ്വീകരിക്കുന്നതിനെ പറ്റി പറയുന്നതാണ്. റൂഷ്മ ചെയ്തെന്ന് പറഞ്ഞാൽ വേറെ ഒരു സഭയിൽ നിന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതായത് തൈലാഭിഷേകം സ്വീകരിക്കാത്തവർ എന്നുള്ള രീതിയിലാണ് അത്. പിന്നെ റൂഷ്മ എന്നുള്ളതിന് വേറെ ഒരു സെൻസ് എന്താണെന്ന് വെച്ചാൽ തെറ്റിലകപ്പെട്ടവർ അവര് വീണ്ടും അനുദപിച്ച്, അതായത് വിശ്വാസമൊക്കെ ഉപേക്ഷിച്ചു പോയവരൊക്കെ ഉണ്ട്. വീണ്ടും കേൾക്കുമ്പോ മാമോദീസ കൊടുക്കുന്നില്ല, അതിന് വരെ റൂഷ്മയാണ് കൊടുക്കുന്നത്. അച്ഛൻ പറഞ്ഞല്ലോ, മാമോദീസ സ്വീകരിക്കാത്തവരും ജീവന്റെ അടയാളമില്ലാത്തവരും പുറത്തു പോകുമെന്ന് പറയുമെന്ന്. പക്ഷെ ഇപ്പൊ നമ്മുടെ ഈ പള്ളികളിലൊക്കെ ഹിന്ദുക്കളും ഒക്കെ വന്ന് കുർബാന കണ്ടിട്ട് കുർബാന കൊടുക്കുന്ന സമയത്ത് പറയും മാമോദീസ സ്വീകരിച്ചവര് മാത്രമേ കുർബാന നാവിൽ സ്വീകരിക്കാവുള്ളൂ, അല്ലാതെ അവരോട് ഇറങ്ങിപ്പോകാൻ പറയുന്നില്ലല്ലോ. അതായത് അതാ ഞാൻ ആദ്യം പറഞ്ഞത്. അതായത് ഈ നർസായുടെ കാലത്തൊക്കെ ഇത് വളരെ ലിറ്ററൽ ആയിട്ട് തന്നെ നിലനിന്നിരുന്നു. പിൽക്കാലത്തേക്ക് വരുമ്പോൾ ഇതിനൊരു ഒരു സ്പിരിച്വൽ ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പൊ നമ്മൾ അങ്ങനെ പറയുന്നില്ല. ഇതിപ്പോ അവരോട് ഇറങ്ങിപ്പോകാനൊന്നും പറയുന്നില്ല. ആദിമകാലത്ത് അങ്ങനെ പറഞ്ഞിരുന്നു. പിന്നെ ഇപ്പൊ നമ്മളെക്കാളും കൂടുതൽ ആൾക്കാർ എണ്ണ ഒഴിക്കാനും ഈ മാതാവിന്റെ പള്ളി വരുന്നതും ക്രിസ്ത്യാനികളെക്കാളും കൂടുതലും ഹിന്ദുക്കളും മുസ്ലിംസും ആണ് കാണുന്നത്. അത് വലിയൊരു ഭക്തി എന്നുള്ള രീതിയിലല്ലേ. കുർബാന അങ്ങനെയല്ലല്ലോ. എണ്ണ ഒഴിക്കലും അത് വ്യത്യാസമുണ്ട്, 2 കാര്യങ്ങളാണ് പറഞ്ഞത്. അവരിപ്പോ ഓരോ നേർച്ച കാഴ്ചകളൊക്കെ അർപ്പിക്കാൻ വരുന്നതിന് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. ഇപ്പൊ എണ്ണ ഒഴിച്ച് പ്രാർത്ഥിക്കാനൊക്കെ പറ്റുന്നുള്ളതേ, അത് വേറെ ഒരു കാര്യമാണ്. പക്ഷെ കുർബാനയിൽ നമ്മളിപ്പോഴും കുർബാന സ്വീകരിക്കരുതെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവര് പള്ളിയിൽ വന്ന് അവർ ദൈവാനുഗ്രഹം മേടിച്ചുകൊണ്ട് പോകുന്നതിന് ഇപ്പൊ പണ്ടത്തെ പോലെ അത്രയും പണ്ട് അവരെ ദേവാലയത്തിൽ അതായത് പ്രത്യേകിച്ച് അനാഫ്രയിലൊന്നും പ്രവേശിക്കാൻ ഹൈന്ദവർക്കല്ല, മറ്റ് യോഗ്യതയില്ലാത്തവർക്ക് ആർക്കും അനുവാദം ഇല്ലായിരുന്നു. ഇപ്പൊ അങ്ങനെ ആ ഒരു ഡിസ്റ്റിങ്ഷൻ അങ്ങനെ പറയുന്നില്ല. പിന്നെ ഈ കാറ്റഗുമിനേറ്റ് സിസ്റ്റവും നിന്നുപോയി. പണ്ട് ഇങ്ങനെ ജ്ഞാനസ്ഥാനാർത്ഥികൾ എന്നും പറഞ്ഞ ഒരു സിസ്റ്റം തന്നെ ഉണ്ടായിരുന്നു, അതിപ്പോ അങ്ങനെ ഇല്ല. അതുപോലെ അച്ഛൻ പറഞ്ഞില്ലേ ഈ അദ്ദായി മാറിയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നറേറ്റീവ് നർസായി മെൻഷൻ ചെയ്യുന്നുണ്ടെന്ന്, അതെങ്ങനെയായിരിക്കും വന്നത്? നർസായില് ഉണ്ട്, നർസായി മെൻഷൻ ചെയ്യുന്നുണ്ട്, അദ്ദായി മാറിയിൽ ഇല്ലായിരുന്നു. അതെ, അത് അപ്പൊ പിന്നെ നർസായി അദ്ദായി മാറിയുടെ ഇന്റർപ്രിട്ടേഷൻ അല്ലേ എഴുതുന്നത്? അതാ ഞാൻ പറഞ്ഞത്, ഇതിന്റെ ഈ അനാഫ്ര ഓഫ് നെസ്റ്റോറിയസും ഈ രചനയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ നെസ്റ്റോറിയസിലും ഇൻസ്റ്റിറ്റ്യൂഷൻ നറേറ്റീവ് ഇല്ലല്ലോ, ഉണ്ടോ? നെസ്റ്റോറിയസിലുണ്ട്, ഉണ്ടല്ലേ? അദ്ദായി മാറിയിലാണ് ഇല്ലാത്തത്. ഓക്കെ, താങ്ക് യു സർ. നമുക്ക് എന്നാ മുന്നോട്ട് പോകാനേ, വേറെ വല്ലതും ചോദിക്കാനില്ലെങ്കിൽ ഒരു ബ്രേക്ക് ആയില്ലോ എന്നോർത്ത് മുന്നോട്ട് പോയാലോ? ഓക്കെ സാർ. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ ഒരു മിനിറ്റ് 1-2 മിനിറ്റ് ഒരു ബ്രേക്ക് വേണമെങ്കിൽ ഒരു 7 മണിയാകുമ്പോഴേ വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ഇത് തന്നെ ഇപ്പൊ ഒരു ബ്രേക്ക് ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഈ പൗരോഹിത്യത്തിന്റെ ഉന്നതിയെ കുറിച്ച് വളരെയധികം നർസായി പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ കർത്താവ്
അതായത് ഹീസ് ദ മീഡിയേറ്റർ. പുരോഹിതനെ ഈശോയ്ക്കും നമ്മുടെ ഇടയിലുള്ള ഒരു മീഡിയേറ്റർ ആയിട്ടാണ് കാണുന്നത്. ഒന്നാമത്. രണ്ടാമത്, ഓ പുരോഹിത, നിന്റെ റാങ്ക് വഴി നീ എവിടെ എത്തിയിരിക്കുന്നു? അതായത് ദ ഗ്രേറ്റ്നെസ് ഓഫ് പ്രീസ്റ്റ്ഹുഡ്. നീ പൗരോഹിത്യം സ്വീകരിച്ചു വഴി നീ എവിടെ എത്തിയിരിക്കുന്നത് കേൾക്കുക. നീ കർത്താവിനെ പ്രതി വിറകൊള്ളുക, അനുയോജ്യമായി നിന്റെ സ്ഥാനത്തെ ബഹുമാനിക്കുക. കണ്ടോ, യു ആർ ഗ്രേറ്റർ ദാൻ ദ ഏഞ്ചൽസ്. ക്രോവേന്മാരെക്കാളും ശ്രാപ്പേന്മാരെക്കാളും ഉപരിയായി നീ ഉയർത്തപ്പെട്ടിരിക്കുന്നത് കാണുക. നിനക്ക് അനുയോജ്യമായ പോലെ നിന്റെ ശൈലി, പ്രകൃതി, ജീവിതശൈലി പ്രകൃതിയുടെ നാച്ചുറൽ അതിനുപരിയായിരിക്കുക. നിന്റെ നാഥന്റെ നിക്ഷേപങ്ങൾ കൈകാര്യം ചെയ്യാൻ തക്ക രീതിയിൽ നീ വിശ്വസ്തനായിരിക്കുക. പുരോഹിതന്റെ ആ ഒരു ഗുണഗണങ്ങളെ കുറിച്ചും കടമകളെ കുറിച്ചും ഉത്തരവാദിത്തത്തെ കുറിച്ചും ഒക്കെ അതിനകത്ത് പറയുന്നു. നീ കറയില്ലാത്തവനായിരിക്കുക, കുറ്റമില്ലാത്തവനായിരിക്കുക. ഈ രീതിയിൽ പുരോഹിതൻ ആ മണിക്കൂറിൽ നിലകൊള്ളുന്നു. അവൻ സമീപിച്ചിരിക്കുന്ന ഉന്നതിക്ക് സമമായി മറ്റൊന്നുമില്ല. മധുവായുള്ള പുരോഹിതരെല്ലാവരും. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ട് ഈ പുരോഹിതനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പുരോഹിതന്റെ ഉന്നതി, ശ്രേഷ്ഠത. അതായത് പൗരോഹിത്യം എന്നുള്ളത് മാലാഖമാരെക്കാളും ഉയർന്ന ഒരു ശുശ്രൂഷയാണ് പുരോഹിതൻ ചെയ്യുന്നത്. അതുകൊണ്ട് പുരോഹിതന്റെ ഉത്തരവാദിത്തങ്ങൾ, അതുകൊണ്ട് എന്ത് ചെയ്യണം? നീ വിശ്വസ്തനായിരിക്കണം, കറയില്ലാത്തവനായിരിക്കണം. നർസായി പറഞ്ഞേക്കണെയാണ്. അപ്പോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അടയാളങ്ങളും പ്രതീകങ്ങളും ധാരാളം ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. അതാണ് പിന്നെ പറയുന്നത്. മധുവായുള്ള പുരോഹിതർ എന്നിട്ട് അടയാളം എന്നാ പറഞ്ഞേക്കണേ. മധുവായുള്ള പുരോഹിതർ കല്ലറയിൽ കണ്ടുമുട്ടിയ സ്ലീഹന്മാരുടെ സാദൃശ്യം സംഭവിക്കുന്നു. അപ്പൊ ഈശോയുടെ സാദൃശ്യമാണ് പ്രധാന പുരോഹിതൻ സംഭവിക്കുന്നതെങ്കിൽ മധുവായിലുള്ള കോൺസെലബ്രൻസ് ആണ് കല്ലറയിൽ കണ്ടുമുട്ടിയ സ്ലീഹന്മാരുടെ സാദൃശ്യം സംഭവിക്കുന്നത് എന്ന് പറയുന്നത്. പിന്നെ പറയാണ് മധുബഹ എന്നതിന്റെ പ്രതീകമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് കർത്താവിന്റെ കല്ലറയുടെ പ്രതീകമാണ്. ഇറ്റ്സ് എ സിമ്പിൾ ഓഫ് ദി ടൂംബ് ഓഫ് ക്രൈസ്റ്റ്, ടൂംബ് ഓഫ് ജീസസ് എന്നാണ് നർസായി പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മളിതെല്ലാം കേട്ടിട്ടുണ്ടെങ്കിലും ഇതൊക്കെ ആരാ പറഞ്ഞെന്നുള്ളത് ഇങ്ങനെയുള്ള കമന്ററികൾ വായിക്കുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. അതാണ് കർത്താവിന്റെ കല്ലറയുടെ പ്രതീകമാണെന്നാണ് നർസായി പറഞ്ഞേക്കണേ. പിന്നെ ലേപനം ചെയ്യപ്പെടുക, സംസ്കരിക്കപ്പെടുക നമ്മുടെ കർത്താവിന്റെ ശരീരത്തിന്റെ പ്രതീകമാണ് അപ്പവും വീഞ്ഞും. ശരീരത്തെയാണ് അപ്പവും വീഞ്ഞും സൂചിപ്പിക്കുക, ശരീരരക്തങ്ങളെ എന്നുള്ളതാണ്. പിന്നെ യഹൂദ പുരോഹിതരുടെയും ന്യായാധിപരുടെയും മോതിരം കൊണ്ട് മുദ്ര വെച്ച കല്ലിനെയാണ് ശോശപ്പ സൂചിപ്പിക്കുക. നമുക്കറിയാം, കാസയ്ക്ക് മുകളിലായിട്ട് ശോശപ്പ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് എന്തിനാണ് സൂചിപ്പിക്കുന്നതെന്ന്, അപ്പവും വീഞ്ഞും മൂടാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ശോശപ്പ. നമ്മുടെ കാപ്പയുടെ കളറുള്ള ഒരു ചതുരാകൃതിയിലുള്ള ഒരു തുണിക്കഷ്ണമാണ്. അതിനാണ് ശോശപ്പ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തിരശീല പോലെയുള്ളതാണ്. അതിന് ശോശപ്പ എന്തിന്റെ അടയാളം എന്നാ പറഞ്ഞേക്കണേ? യഹൂദ പുരോഹിതന്മാരുടെയും ന്യായാധിപരുടെയും മോതിരം കൊണ്ട് മുദ്രവെച്ച കല്ലിനെയാണ് ഈ ശോശപ്പ സൂചിപ്പിക്കുന്നതെന്ന് നർസായി പറയുന്നത്. പിന്നെ വശങ്ങളിലായി നിൽക്കുകയും വീശുകയും ചെയ്യുന്ന ശംശാനമാർ. അപ്പോ വശങ്ങളിലായി നിൽക്കുക, ഇരുവശങ്ങളിലും നിൽക്കുന്നുണ്ട് തിരുശരീരരക്തങ്ങളുടെ. പിന്നെ വീശുക, അതാണ് ഈ മഷാനീസിനെ കുറിച്ചൊക്കെ നർസായി സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. നമ്മളെ ഒരു വിശറിമണി എന്ന് പറയില്ലേ, അതെല്ലാം നർസായുടെ കാലത്ത് ഉണ്ടായിരുന്നുള്ളതിന് ഒരു തെളിവും കൂടിയാണ് ഈ കമന്ററി പറഞ്ഞത്. ഇരുവശങ്ങളിലായി നിൽക്കുകയും വീശുകയും ചെയ്യുന്ന ഡീക്കന്മാർ അവന്റെ കല്ലറ തലയ്ക്കലും കാൽക്കലും നിൽക്കുന്ന മാലാഖമാരെ പ്രതിനിധാനം ചെയ്യുന്നു. മധുബഹായുടെ മുമ്പിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ശംശാനമാർ നമ്മുടെ കർത്താവിന്റെ കല്ലറയെ ചുറ്റി നിന്ന മാലാഖമാർക്ക് സദൃശ്യമാണ്. മധുബഹായുടെ മുമ്പിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഡീക്കന്മാർ, മധുബഹായുടെ മുമ്പിൽ നിൽക്കുന്ന ഡീക്കന്മാരെ ആരുടെ സദൃശ്യം എന്നാ പറഞ്ഞേക്കണേ? കർത്താവിന്റെ കല്ലറയിൽ ചുറ്റി നിന്ന ഏഞ്ചൽസിന് തുല്യമാണ്. അവരെയാണ് ടിപ്പിഫൈ ചെയ്യുന്നത്. മനുഷ്യർക്കും മാലാഖമാർക്കും ജീവൻ ഒഴുകിയെത്തിയ യോസേഫിന്റെ പൂന്തോട്ടത്തെ സാങ്ച്വറി ചിത്രീകരിക്കുന്നു. മനുഷ്യർക്കും മാലാഖമാർക്കും ജീവൻ ഒഴുകി എത്തിയ ഗന്നത് യോസേഫ്, അതായത് യോസേഫിന്റെ പൂന്തോട്ടം. മറ്റൊരു ക്രമം അനുസരിച്ച് നമ്മുടെ കർത്താവ് പ്രവേശിച്ചതും അവനോടുകൂടി അവന്റെ സ്നേഹിതന്മാരെല്ലാവരും പ്രവേശിക്കുന്നതുമായ സ്വർഗരാജ്യത്തെ മധുബഹ സൂചിപ്പിക്കുന്നു. ആരാധ്യമായ ബലിപീഠം, അത്യുന്നത മഹത്വമേറിയ സിംഹാസനത്തെ. ബലിപീഠം എന്തിന്റെ സൂചനയെന്നാണ് ആദ്യം പറഞ്ഞത്? കർത്താവിന്റെ കല്ലറയുടെ സൂചനയെന്ന് പറഞ്ഞില്ലേ?
ഇവിടെ പറയുകയാണ് ബലിപീഠം എന്തിന്റെ സൂചനയാണ്? മിശിഹായുടെ സിംഹാസനത്തിന്റെ, ത്രോണോസിന്റെ. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ബലിപീഠത്തെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. സിമ്പിൾ ഓഫ് ദി സീറ്റ് ഓർ ദി ത്രോണോസ്, symbol of the thronos of Jesus, and also it is the type of the tube of Christ. ഇവിടെയാണ് ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ നടത്താറുണ്ട്. അവിടെയാണ് വെളിപാടിന്റെ ദിനത്തിൽ അവൻ മാലാഖമാർക്കും മനുഷ്യർക്കും കാണപ്പെടുന്നത്. ഈ കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനത്തിൽ കർത്താവ് ഈ സിംഹാസനത്തിൽ ഇരിക്കും. നമ്മളങ്ങനെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതാണ് അതിന്റെ സൂചനയായിട്ട് പറയുന്നത്. മുകളിൽ താഴെയുള്ളവയെ കങ്കേ ചിത്രീകരിക്കുന്നു. ആയിരിക്കുന്ന കാര്യങ്ങളെയും ആകാനിക്കുന്ന കാര്യങ്ങളെയും ഇത് ആധ്യാത്മികമായി, മുകളിൽ താഴെ സ്വർഗത്തെയും ഭൂമിയെയും കങ്കേ ചിത്രീകരിക്കുന്നു. ആകാനിക്കുന്ന കാര്യങ്ങളെ ഇത് ആധ്യാത്മികമായി ചിത്രീകരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടോ? വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ പറഞ്ഞതിനകത്ത് പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണുള്ളത്. ഒന്നാമത് യുഗാന്ത്യോന്മുഖ ചിന്ത, അതാണ് എസ്കറ്റോളജി. അഥവാ ഈ ജ്ഞാനസ്നാനാർത്ഥികളെ പറഞ്ഞയക്കുന്നത് എസ്കറ്റോളജിക്കലായിട്ടാണ് നർസായി അന്ത്യവിധിയായിട്ടാണ് ബന്ധിപ്പിച്ചാണ് വ്യാഖ്യാനിക്കുന്നത്. രണ്ടാമത് നമ്മൾ കണ്ടത് പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച്, പുരോഹിതന്റെ ദൗത്യം, അതിന്റെ ഉന്നതി, മാലാഹമാരുമായിട്ടുള്ള ബന്ധം. മൂന്നാമത് നമ്മൾ കണ്ടത് ടൈപ്പ് ആൻഡ് അടയാളങ്ങളും പ്രതീകങ്ങളും, ബലിപീഠം, മധുബഹ, ഇതൊക്കെ പുരോഹിതൻ, സഹകാർമ്മി, ഇതൊക്കെ എന്തിന്റെ പ്രതീകമാണ്? ഡീക്കന്മാര്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഇത് കഴിഞ്ഞിട്ട് വരുന്നത് റാസ്, പിന്നെ വരുന്നത് എന്താണ്? വിശ്വാസ പ്രമാണമാണ്. അപ്പൊ അതിന് മുമ്പായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങൾക്ക്, വിശ്വാസ പ്രമാണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്. ഒന്നും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. മുന്നോട്ട് പോയാലോ? മുകളിലും താഴെയും ഉള്ളവയെ കങ്കെ ചിത്രീകരിക്കുന്നു എന്ന് പറയുന്ന ആ ഭാഗം ഒന്ന് പറഞ്ഞുതരാമോ? കങ്കെ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ നമ്മുടെ ബേമ കഴിഞ്ഞു വരുന്ന ആ ഒരു സെപ്പറേഷൻ ആണോ? ആ, അത് തന്നെ. ആ ഒരു ഒനിസാദ് കങ്കെ എന്ന് കേട്ടിട്ടില്ലേ? കങ്കെ, ആ ഒരു സെപ്പറേറ്റിംഗ് ആ ഭാഗമാണ് കങ്കെ എന്ന് പറയുന്നത്. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളവയെന്നുള്ള, സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗം എന്നുള്ള രീതിയിലാണ് കങ്കെ നിൽക്കുന്നത്. അതായത് മധുബഹയെയും ഹൈക്കലെയും ബന്ധിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ. വചനപീഠം കഴിഞ്ഞിട്ടുള്ളതാണോ അച്ഛാ? ഏതാ? വചനപീഠം കഴിഞ്ഞിട്ടുള്ള ഭാഗമാണോ? ആ, സർവാധിപനാം കർത്താവ് എന്ന് പറയുമ്പോഴത്തേന് വിരി മാറ്റിയല്ല, അപ്പൊ അകത്തുള്ളതാണോ? ആ, അതായത് വിരി മാറ്റുന്നതിന് കസ്ത്രോമ ഉണ്ടല്ലോ, അതായത് കങ്കയുടെ അടുത്തേക്ക് വരുന്നു എന്നാണ് കിടക്കുന്നത്. അതായത് ആ ഒരു സാങ്ച്വറി കഴിഞ്ഞും കസ്ത്രോമയ്ക്കും ഇടയിലുള്ള ഭാഗമായിട്ടുള്ളതാണ് കങ്ക എന്ന് പറയുന്നത്. ഇനി അടുത്തത് വിശ്വാസ പ്രമാണം. വിശ്വാസ പ്രമാണം ഇപ്പൊ നമ്മള് നൈസീൻ ക്രീഡിന്റെ വാർഷികമൊക്കെ ആഘോഷിച്ചു. അതായത് നൈസീൻ ക്രീഡിനെ കുറിച്ച് ധാരാളം പഠനങ്ങളും എല്ലാം നടക്കുകയുണ്ടായല്ലോ. AD 325 നൈസീൻ ക്രീഡ്, ഇതാണ് ബേസിസ് ആയിട്ട് ഇതിന്റെ നിലകൊള്ളുന്നത്, ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് വിശ്വാസ പ്രമാണം എല്ലാവരും കൂടി ഒരുമിച്ച് ചെല്ലുന്നു, എഴുന്നേറ്റ് ഒന്ന് ചെല്ലുന്നു. ഇതിനകത്ത് പ്രധാനമായിട്ടും നമുക്കറിയാം, പിന്നെ നമ്മുടെ വിശ്വാസ പ്രമാണത്തിന്റെ ഏകദേശം എല്ലാ ആശയങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. ക്രിസ്റ്റോളജിക്കൽ, ക്രിസ്തു വിജ്ഞാനീയമാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത്. ഈശോയുടെ സ്വഭാവത്തെക്കുറിച്ചും പേഴ്സൺ ടു നേച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈശോയുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഉത്ഥാനത്തെക്കുറിച്ചും എല്ലാം ഇതിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സഭാത്മക കാഴ്ചപ്പാടുകൾ ധാരാളം ഇതിനകത്തുണ്ട്. ഏകവും കാതോലികവും ശ്ലൈഹികവും സഭ എന്നുള്ളത്. പിന്നെ മാമോദിസ, കടങ്ങളുടെ പൊറുതിക്കും ദത്തുപുത്രസ്ഥാനത്തിന് അർഹമാകുന്ന ഏക മാമോദിസ ഞങ്ങൾ ഏറ്റു പറയുന്നു, മരിച്ചുവെന്നുള്ള ഉയർപ്പ്. ഇത് 318 പുരോഹിതന്മാർ ഒപ്പുവെച്ചതാണ്.
ഈ വിശ്വാസം പറയാത്തവരെ അവരെ ശപിച്ചു തള്ളുന്നു സഭ. അനാത്തമ സഭ ഇതാക്കുന്ന അത് ഏറ്റുപറയുന്നത്. അവരുടെ വിശ്വാസ പ്രമാണം ദിവ്യരഹസ്യങ്ങളുടെ സമയത്ത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ദിവ്യരഹസ്യങ്ങളുടെ വേളയിൽ സഭാമക്കൾ, ഇതാണ് പ്രധാനപ്പെട്ട നർസായി പറയുന്നത്, ഈ പോയിന്റാണ്. അതായത് ദിവ്യരഹസ്യങ്ങളുടെ വേളയിൽ സഭാമക്കൾ ഇടിനാദം പോലെ തങ്ങളുടെ വിശ്വാസം ഏറ്റു പറയുന്നു. സംശയത്തിന്റെ ഒരു ലാഞ്ചന പോലും ഇല്ലാതെ അതരം കൊണ്ടും ഹൃദയം കൊണ്ടും അവർ വിശ്വാസം ഏറ്റു പറഞ്ഞിരുന്നു എന്നാണ് നർസായി പറയുന്നത്. ഏതാണ് ഇടിമുഴക്കം പോലെ അവർ ഒരുമിച്ച് ഏറ്റു പറഞ്ഞിരുന്നു. പിന്നെ നമ്മുടെ കുർബാനയിൽ വിശ്വാസ പ്രമാണം കഴിഞ്ഞാൽ പിന്നെ എന്താണ് വരുന്നത്? ഒരു കാർസൂസയാണ്. അതാണ് പറഞ്ഞേക്കണേ. വിശ്വാസ പ്രമാണം ചൊല്ലിക്കഴിയുമ്പോൾ സഭയുടെ ദൂതൻ ഡീക്കൻ, അതായത് ആറോസേത്ത പ്രാർത്ഥിക്കാൻ കൽപ്പിക്കുന്നു. കാതോലിക്കമാർ, മെത്രാന്മാർ, മൽപ്പാന്മാർ എന്നീ പിതാക്കന്മാരെ അനുസ്മരിക്കുക. അവരോടൊപ്പം നമ്മുടെ ഇപ്പൊ ഇതിനകത്ത് ആർച്ച് ബിഷപ്പ്, മേജർ ആർച്ച് ബിഷപ്പ് എന്നൊക്കെ ചേർത്തിട്ടുണ്ട്. മേജർ ആർച്ച് ബിഷപ്പുമാര്, ആർച്ച് ബിഷപ്പ്, മെത്രാപ്പൊലിത്തമാര് എന്ന് ചേർത്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒറിജിനലിൽ ഇത്രയേ ഉള്ളൂ. കാതോലിക്കമാർ, മെത്രാന്മാർ, മൽപ്പാന്മാർ എന്നീ പിതാക്കന്മാരെ അനുസ്മരിക്കുവാനും അവരോടൊപ്പം പുരോഹിതന്മാർ, ശംശാന്മാർ, മറ്റെല്ലാ ക്രമങ്ങളിലുമുള്ളവർ, വിശ്വാസത്തോടെ ഈ ലോകം വിട്ടുപോയിട്ടുള്ളവർ മരിച്ചവരിൽ നിന്ന് ഉയർക്കുമ്പോൾ മുടിചൂടുന്നതിന് ആ കാറസൂസ. അപ്പൊ ഇതെല്ലാം ഈ നർസായി ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് എന്റെ പ്രത്യേകത. സഹോദരൻ, നിങ്ങൾ പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിന്റെ ആവാസത്താൽ റഹാപ്പ് എന്നുള്ള പദം ഇതിനകത്തുണ്ട്. സ്വർഗരാജ്യത്തിൽ നീതിനും കാരണമായിട്ട് ഈ പ്രഘോഷണം കഴിയുമ്പോൾ നിർമ്മലമായ ഹൃദയത്തോടെ ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ പറയുന്നു. വിരയരോടും ഭീതിയോടും കൂടെ പുരോഹിതൻ ജീവപ്രദമായ രക്ഷയുടെ രഹസ്യങ്ങൾ അർപ്പിക്കുന്നു. തന്റെയും സഭാമക്കളായ എല്ലാവരുടെയും കടങ്ങളെ ഓർത്ത് പുരോഹിതൻ വിറയ്ക്കുന്നു. ഇത് വീണ്ടും കണ്ടോ ഇനി പറയുന്നത് ഈ കറസ് കഴിയുമ്പോൾ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും മഹനീയതയെക്കുറിച്ചും വളരെയധികം വീണ്ടും നർസായി വാചാലനാവുകയാണ്. കണ്ടോ, ഹി ഈസ് ദ ഐ ഓഫ് ദ ചർച്ച് പ്രീസ്റ്റ്. സഭാഗാത്രം മുഴുവന്റെയും കണ്ണാണ് പുരോഹിതൻ. ഐനാദിയേത്ത നടക്കുന്നത് സുറിയാനിലെ. ഐനാദിയേത്ത കണ്ണാണ് പുരോഹിതൻ. തന്റെ പ്രവർത്തികൾ, സഹപ്രവർത്തകരുടെ എല്ലാ പ്രവർത്തികളും അദ്ദേഹം മനസ്സിൽ ഓർക്കുന്നു. പിന്നെ പറയാണ്, അപ്പൊ പുരോഹിതനെ കുറിച്ചുള്ള ഒരു വിശേഷണമാണ് ഐനാദിയേത്ത, അതായത് സഭയുടെ കണ്ണാണ് പുരോഹിതൻ. പിന്നെ പറയുകയാണ് സഭയുടെ നാവാണ് പുരോഹിതൻ. ലേശാനാദിയേത്ത, സഭയുടെ നാവാണ് പുരോഹിതൻ. അവൻ കാര്യസ്ഥനാണ്, അവൻ മധ്യസ്ഥം വഹിക്കുന്നു. പുരോഹിതൻ കാര്യസ്ഥനാണ്. ഈ കാര്യസ്ഥനും പിന്നെ മീഡിയേറ്ററും ആണ്. അതുപോലെ അഡ്വക്കേറ്റ് ആണ്. ഇങ്ങനെ പല കാര്യങ്ങളും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അറ്റോർണിയാണ്, കാര്യസ്ഥനാണ്, മീഡിയേറ്റർ ആണ്. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ. ഈ ഭീതിജനകമായ സമയത്ത് തന്നെ പ്രതിയും തന്റെ ജനത്തെ പ്രതിയും പുരോഹിതൻ ഭയന്ന് വിറയ്ക്കുന്നു. ഈ രഹസ്യങ്ങളുടെ ഗ്രേറ്റ്നെസ്സിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. സെറാഫുകളുടെ മാതൃകയിലും ക്രമത്തിലും പൂഴിയുടെ പുത്രൻ, മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടവനായ അവൻ വലിയ ഭയത്തോടെ മധ്യസ്ഥനായി നിൽക്കുന്നു. ഭയപ്പെടുത്തുന്ന രാജാവ് രഹസ്യാത്മകമായി കൊല്ലപ്പെടുന്നു. ഈശോയുടെ പീഡാനുഭവ മരണമാണ് ഓർക്കുക. രഹസ്യ കുരിശിലേറ്റപ്പെടുന്നു, കബറടക്കപ്പെടുന്നു. ഭയപ്പെടുത്തുന്ന ഈറയന്മാർ മലക ഭയത്തോടെ നിന്ന് കർത്താവിനെ ബഹുമാനിക്കുന്നു. ഈ സമയത്ത് ഈറയന്മാരുടെ നിരയ മധുബായി അലങ്കരിക്കുന്നവ ദർശിച്ച ശേഷം ക്രിസോസ്റ്റം സാക്ഷ്യപ്പെടുന്നത് പോലെ. ഇത് ക്രിസോസ്റ്റം പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ ഇവിടെ പറഞ്ഞത് നമ്മളിപ്പോ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വിശ്വാസ പ്രമാണത്തിന്റെ അർത്ഥം, അതിന്റെ ഉള്ളടക്കം. രണ്ട്, കാറോസൂസ, അതിനെ തുടർന്ന് പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച്. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ ഒരു ചിന്തയിൽ പുരോഹിതൻ വലിയൊരു ഭയത്തോടും വിറയലോടും കൂടി കാർമ്മികത്വം വഹിക്കുന്നു. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്, ഈ പുരോഹിതൻ കാറസൂസയുടെ സമയത്ത് എന്നാ ചെയ്യുന്നത്? 3 പ്രാവശ്യം കുമ്പിട്ടുകൊണ്ടല്ലേ ബലിപീഠത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആ കുമ്പിടിലിന്റെ അർത്ഥത്തെ കുറിച്ച് നർസായി ആണ് ശരിക്കും പറഞ്ഞിട്ടുള്ളത്. ആദ്യമായിട്ടും പറഞ്ഞിട്ടുള്ളത് നർസായി ആണ്. നർസായി പറയാണ്, യാക്കോബിനെ പോലെ 3 പ്രാവശ്യം വീതം 3 കുമ്പിടിയിൽ പുരോഹിതൻ നടത്തുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. തുടർന്ന് അദ്ദേഹം നമ്മുടെ കർത്താവിന്റെ ബലിപീഠം ചുംബിക്കാൻ സമീപിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണെന്ന് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. യാക്കോബ് തന്റെ സഹോദരനെ ഏസാവിനെ കുമ്പിടൽ വഴിയാണ് ബഹുമാനിച്ചത്. അതായത് ഏസാവിനെ കണ്ടപ്പോൾ ഭയഭക്തിയോടുകൂടി യാക്കോബ് 3 പ്രാവശ്യം വണങ്ങിയാണ് യാക്കോബ് ഏസാവിന്റെ അടുത്തേക്ക് ചെല്ലുന്നത് എന്ന് പറഞ്ഞതുപോലെ പുരോഹിതൻ കുമ്പിടൽ വഴി യാക്കോബിന്റെ കർത്താവിനെ ബഹുമാനിക്കുന്നു. യാക്കോബിന്റെ കർത്താവിനെയാണ്, പഴയ നിയമത്തിൽ അബ്രാഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെയും കർത്താവായ ദൈവത്തെയാണ് പുരോഹിതൻ ഇപ്രകാരം 3 പ്രാവശ്യം കുമ്പിട്ടുകൊണ്ട് ബലിപീഠത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ദൈവത്തെയാണ് ആദരിക്കുന്നത് എന്നാണ് നർസായി പറയുക. മധുബഹായ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി അദ്ദേഹം ചുംബിക്കുന്നു.
എന്തുകൊണ്ടെന്ന് പൗത്രീകരണം തന്റെ അധരങ്ങളിലൂടെ സ്വീകരിക്കാമെന്ന് അവർ വിശ്വസിക്കുന്നു. അതായത് മധുബഹായെ ചുംബിക്കുന്നു. അപ്പോ കാരണം ഈ പൗത്രീകരണ അധരങ്ങളിലൂടെ മധുബഹ നമ്മളെ വിശുദ്ധീകരിക്കുന്ന ഒരു ഇടമാണ്. അപ്പോ ഈ അധരങ്ങളിലൂടെ സാങ്ക്ടിഫിക്കേഷൻ പുരോഹിതൻ സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് മധുബഹയെ അദ്ദേഹം ചുംബിക്കുന്നത്. കാരുണ്യവാനിൽ നിന്നും കരുണ സ്വീകരിക്കാൻ എളിമയോടെ തന്റെ ചുറ്റുമുള്ള ശംശാനമാരോട് അദ്ദേഹം പ്രാർത്ഥന അഭ്യർത്ഥിക്കുന്നു. അതിനുശേഷം ഇങ്ങനെ കുമ്പിട്ടിട്ട് നമ്മൾ കാർമീകൻ എന്നാ ചെയ്യണേ? കർത്താവെ ആശീർവദിക്കണം, എന്റെ സഹോദരി കുർബാന എന്റെ കരങ്ങളിൽ പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ചെയ്തത്. അത് എന്നാണ് അതിന്റെ അർത്ഥം പറഞ്ഞേക്കാൻ. കരുണ സ്വീകരിക്കാൻ എളിമയോടെ ചുറ്റുമുള്ള ശംശാനമാരോട് അദ്ദേഹം പ്രാർത്ഥന വയ്ക്കും. ഇപ്പൊ എങ്ങനെയാ? ദൈവജനം മുഴുവനോടും അല്ലേ? പണ്ട് നർസായുടെ കാലത്ത് എങ്ങനെയായിരുന്നു? മധുബഹായിലുള്ള ഡീക്കന്മാരോട് മാത്രമായിരുന്നു പ്രകാരം പ്രാർത്ഥന അഭ്യർത്ഥിച്ചിരുന്നത് എന്നാണ് നർസായി വ്യാഖ്യാനിക്കുന്നത്. ആയതിനാൽ അനുതാപാർദ്രമായ ഹൃദയത്തോടെ ദൈവത്തിന് മുമ്പിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. തന്റെ കടങ്ങളും സഭാഗാത്രത്തിന്റെ കടങ്ങളും അദ്ദേഹം ഏറ്റുപറയും. തനിക്ക് കിട്ടിയ ദാനം അവന്റെ ഇഷ്ടമനുസരിച്ച് പൂർത്തിയാക്കാനായി പുരോഹിതൻ നിഗൂഢമായ ശക്തിയും സഹായവും യാചിക്കുന്നു. പുരോഹിതൻ ദൈവസന്നിധിയിൽ പറയുന്നവ ജനം അംഗീകരിക്കുന്നു. അവന്റെ ശുശ്രൂഷയെ ആമേൻ വഴി മുദ്രവയ്ക്കുകയും ചെയ്യുന്നു. ആമേൻ വഴി ദൈവജനം പുരോഹിതനോടൊപ്പം പ്രാർത്ഥന ഉയർത്തുകയും അവരുടെ പ്രാർത്ഥനയിലൂടെയും ശബ്ദത്തിലൂടെയും അവന്റെ പ്രാർത്ഥനയിൽ പങ്കുചേരുകയും ചെയ്യുന്നു. ഓക്കെ, അതാണ് ആമേൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഈ സമയത്ത് അതിനുശേഷം എന്താ ചെയ്യുന്നത്? സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞാൽ ആശീർവദിക്കുകയല്ലേ ചെയ്യുന്നത്? എക്സ്ചേഞ്ച് ഓഫ് പീസ്. സമാധാനം നിങ്ങളോട്. അതിന്റെ അർത്ഥം നർസായി വളരെ വിശദമായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് എന്നാണ് അതിന്റെ അർത്ഥം? എന്തെന്നാൽ നമ്മുടെ സമാധാനമായ ഈശോയിൽ സമാധാനം വർദ്ധിക്കപ്പെട്ടിരിക്കുന്നു. സമാധാനം നിങ്ങളോടുകൂടി. എന്തെന്നാൽ മരണം പരാജയപ്പെട്ടിരിക്കുന്നു. നശ്വരത ഈ നശ്വരത നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് സമാധാനം നിങ്ങളോടുകൂടെ. അല്ലെങ്കിൽ നമ്മുടെ വംശത്തിന് മിശിഹ നമുക്ക് വേണ്ടി പീഡ സഹിച്ചിരിക്കുന്നു, നമ്മയെല്ലാം ജീവിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് സമാധാനം നമ്മളോടുകൂടെ. മാത്രമല്ല ആദത്തിന്റെ പുത്രന്മാരെ കീഴ്പ്പെടുത്തിനും വിജയിച്ചവനുമായവൻ വഴി പാപത്തെ തോൽപ്പിച്ചിരിക്കുന്നു, സാത്താനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് സമാധാനം നിങ്ങളോടുകൂടെ. മാത്രമല്ല കുരിശിലെ പീഡാസഹനം മുഴുവൻ നിങ്ങളുമായി അനുരഞ്ജനപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് സമാധാനം നിങ്ങളോടുകൂടെ. മാലാഹമാരുമായ സമാധാനത്തിലായിരിക്കുന്നു. ഇങ്ങനെ എല്ലാം സമാധാനത്തെക്കുറിച്ച് ദീർഘമായിട്ടാണ് നർസായി പറയുന്നത്. ജനൻ സ്നേഹത്തോട് പുരോഹിതനോട് അതിന്റെ ഉത്തരം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാർമികൻ എന്നാ പറയണേ? സമാധാനം നിങ്ങളോടുകൂടെ. അപ്പൊ അതിന്റെ മറുപടിയെ കുറിച്ച് നർസായി ആണ് ഏറ്റവും സുന്ദരമായിട്ട് വ്യാഖ്യാനിക്കുന്നത്. നമ്മൾ എന്നാ മറുപടി പറഞ്ഞേ? അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ആത്മാവ് എന്താന്ന് നർസായി പറയുന്നുണ്ട്? നമ്മളിലുള്ള വെറും ആത്മാവിനെ അല്ല സൂചിപ്പിക്കുക, അല്ലെങ്കിൽ സോളിനെ അല്ല സൂചിപ്പിക്കുക, മനുഷ്യാത്മാവിനെ അല്ല സൂചിപ്പിക്കുക. മറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതായത് രണ്ട് വാക്കുണ്ട് സുറിയാനി, നഫ്സാന്നും റൂഹാന്നും ഉണ്ട്. നഫ്സാന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള മനുഷ്യ ആത്മാവാണ്. റൂഹ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെയാണ് സൂചിപ്പിക്കുക. അപ്പോ ഇവിടെ അങ്ങയുടെ ആത്മാവോടും കൂടി എന്ന് പറഞ്ഞാല് നമുക്ക്, അതായത് പുരോഹിതന് പട്ടസ്വീകരണം വഴി കിട്ടുന്ന പൗരോഹിത്യത്തിന്റെ റൂഹായെ, ആത്മാവിനെയാണ് സൂചിപ്പിക്കുക, പരിശുദ്ധാത്മാവിനെയാണ് സൂചിപ്പിക്കുക. അതായത് പൗരോഹിത്യത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ കൃപ പുരോഹിതന് ലഭിച്ചിട്ടുണ്ട്. അപ്പോ ആ റൂഹയിൽ സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് ദൈവജനം മറുപടി പറയുന്നത്. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. എന്തിനു വേണ്ടിയാണ്? ദൈവരഹസ്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി. അതാണ് ഇവിടെ സൂചിപ്പിക്കുക എന്നാണ് നർസായി വ്യാഖ്യാനിക്കുന്നത്. അല്ലാതെ നമ്മുടെ മാനുഷികമായ ആത്മാവിനെ അല്ല സൂചിപ്പിക്കുന്നത്. പുരോഹിതനും പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു. സഭ മുഴുവനും അവന് വേണ്ടി മാധ്യസ്ഥം യാചിക്കുന്നു. അവന്റെ ആത്മാവിൽ സമാധാനം നേടണം സഭ ഉദ്ഘോഷിക്കുന്നു. അവന്റെ സമാധാനം വഴി സഭ മുഴുവനും എല്ലാവർക്കും സമാധാനം വർദ്ധിക്കും. ഓക്കെ, സമാധാനം അങ്ങയുടെ പുരോഹിതനോട് ജനം പ്രത്യുത്തരിക്കുന്നു. അങ്ങയുടെ ജീവിതശൈലി വഴി അങ്ങയുടെ ആത്മാവ് സമാധാനം കരസ്ഥമാകട്ടെ. സമാധാനം അങ്ങയോട് കൂടെ. എന്തെന്നാൽ അങ്ങയിലൂടെ സഭാരഹസ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നു. അങ്ങയുടെ ജീവിതശൈലി വഴി സമാധാനം അങ്ങയുടെ ആത്മാവോടും അങ്ങയോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. സമാധാനം അങ്ങയോട് എന്തെന്നാൽ വലിയ നിക്ഷേപമാണ് അങ്ങേക്ക് പരമേൽപ്പിക്കുന്നത്. അങ്ങയുടെ ആത്മാവിന്റെ സമാധാനം ആത്മീയ ശാന്തതയാൽ വളരട്ടെ. വ്യക്തമായില്ലേ? ഇനി അടുത്തത്
സമാധാനം കൈമാറാൻ ഡീക്കൻ പറയുകയാണ്. പരസ്പരം സമാധാനം കൈമാറുക. ആദ്യമായിട്ട് സമാധാനം കൈമാറുന്ന ആരാ? മധുബായിലുള്ള പുരോഹിതൻ ആദ്യമായി സമാധാനം മധുബായിലുള്ളവർക്കാണ് കൊടുക്കുന്നത്. അതിനുശേഷമാണ് ഹൈക്കലയിലുള്ള ജനങ്ങൾ സമാധാനം കൈമാറുന്നത്. ദേവാലയത്തിൽ വെച്ച് സമാധാനം തന്റെ ഹൃദയത്തെ വെറുപ്പ്, കോപം ഇവയെല്ലാം ഉപേക്ഷിക്കണം. അത് വ്യക്തമാക്കാൻ വേണ്ടിയാണ്. മണവാളൻ എല്ലാവരെയും വിധിക്കാനും വരുന്ന ദിവസം മാലാഖമാരും മനുഷ്യരും ഈ സമാധാനം വഴിയാണ് ഐക്യത്തിൽ എത്തിച്ചേരുന്നത്. ഈ സമാധാനത്തിൽ വഞ്ചനയോ വെറുപ്പോ ഇല്ല. സമാധാനം കൊടുക്കുക. അവന്റെ മനസ്സിൽ പൂർണ്ണ സ്നേഹം അവൻ സ്വീകരിക്കും. എല്ലാറ്റിന്റെയും സമാധാനത്തിലാക്കുന്ന സമാധാനം എന്നാണ് മിശിഹായുടെ പേര് തന്നെ സമാധാനം എന്നാണ്. ദേശത്തിന്റെ ഹൃദയത്തിൽ സമാധാനം ഉണ്ടാവുക. അതായത് ശത്രുത, വെടുപ്പ് എല്ലാം ഉപേക്ഷിക്കുക. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ, നീ നിന്റെ സഹോദരനുമായിട്ട് ശത്രുത സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി സമാധാനത്തിൽ ആയതിനു ശേഷം വന്ന് ബലിയർപ്പിക്കുക. അത് തന്നെയാണ് നമ്മൾ ആദ്യം പറയുന്നത്. അനുരഞ്ജിതരായി തീർന്നിടാം, ഒരു പീഠം ഒരുക്കിയിടാം. അപ്പോൾ ഇങ്ങനെ അനുരഞ്ജനത്തിലൂടെ സമാധാനം കൈവരിക്കാനാണ് നർസായി ഈ കുർബാന വ്യാഖ്യാനത്തിലൂടെ, പ്രത്യേകിച്ച് ഈ കർമ്മത്തിലൂടെ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്. സഭയിൽ പരസ്പര സമാധാനം നൽകുന്ന വേളയിൽ പിന്നെ നർസായി പറയുന്നത് എന്താണ്? ഈ സമാധാനം കാറോസൂസ, പിന്നെ ഡിപ്റ്റിക്സ് ഉണ്ട്. ഡിപ്റ്റിക്സ് വായിക്കുന്നു. ഡിപ്റ്റിക്സ് എന്ന് പറഞ്ഞാല് അർത്ഥം ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും പേരുകൾ അടങ്ങിയ പുസ്തകം, ഡിപ്റ്റിക്കോൺ എന്നാണ് പറയുന്നത്. ഈ സമയത്ത് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും സഭ പ്രത്യേകമായി അനുസ്മരിക്കുന്നു. എല്ലാ കാതോലിക്കന്മാർക്കും വേണ്ടിയും സഭ ജനം കൂട്ടിച്ചേർക്കുന്നു. തുടർന്ന് വായിക്കപ്പെട്ട പുസ്തകത്തിൽ, അതായത് രണ്ട് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ഓർക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ് ഡിപ്റ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെ പുരോഹിതന്റെ കരങ്ങൾ വഴി ഭയജനകമായ രഹസ്യം കൂദാശ ചെയ്യപ്പെടുന്നു. അതിന് കാറോസൂസയെ ചെല്ലുന്നതാണ്. പിന്നെ ഡിപ്റ്റിക്സ്, കാറോസൂസ. പുരോഹിതന്റെ കരങ്ങൾ വഴി രഹസ്യം കൂദാശ ചെയ്യപ്പെടുന്നു. എല്ലാവരും ഭക്തിയോടും ഭീതിയോടും കൂടി ആയിരിക്കുക. അവന്റെ മധ്യസ്ഥയാൽ നിങ്ങളുടെ സമാധാനം വർദ്ധിക്കുന്നു. നിങ്ങളുടെ ഹൃദയ നേത്രങ്ങളുടെ നോട്ടം ഭൂമിയിലേക്ക് താഴ്ത്തുവിൻ. അതായത് കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് ചെല്ലില്ലേ? അതൊക്കെയാണ് നർസായി പറഞ്ഞേക്കണം ഇവിടെ. അതിരം കൊണ്ടൊരു വാക്കുച്ചിരിക്കാൻ ധരിപ്പെടാതിരിക്കട്ടെ എന്ന് പറഞ്ഞ ഈ സമയത്ത്, ഈ കാറോസൂസ സമയത്ത് എന്താണ് പുരോഹിതൻ ആരാധ്യമായ രഹസ്യങ്ങൾ വെളിവാക്കും. ശോശപ്പ ചുരുട്ടി വയ്ക്കുന്നു. ഈ എടുത്തു മാറ്റൽ ഈശോയുടെ എന്തെന്നാൽ ഉത്ഥാനം വലിയ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടിരുന്നില്ല. ഉത്ഥാന ശേഷമാണ് കാലക്കാലം. ഈ സമയത്ത് ശോശപ്പ ചുരുട്ടി വയ്ക്കുന്നു. അത് പുരോഹിതൻ ശോശപ്പ രഹസ്യത്തിന്റെ മുമ്പിൽ നിന്നും, ദിവ്യരഹസ്യങ്ങളുടെ മുമ്പിൽ നിന്നും മാറ്റി ചുരുട്ടി വയ്ക്കുന്നു എന്നുള്ളതാണ്. പിന്നെ എന്താണ് കുർബാനയിൽ വരുന്നത്? പ്രിഫേറ്ററി ഡയലോഗ് അഥവാ ഭാഷണ കാനോന. ഭാഷണ കാനോന എന്ന് പറഞ്ഞ ഒരു പൗലൈൻ ഗ്രീറ്റിംഗ് ആണ്. പൗലോസ് ശ്ലീഹ, അതായത് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും എന്നുള്ള ഭാഷണ കാനോന ചെല്ലുന്നു. പൗലൈൻ ഗ്രീറ്റിംഗ്. അതിനുശേഷം ഏതാണ്? അബ്രാഹാമിന്റെ ഇസ്ഹാക്ക് മധുവായി കൊല്ലപ്പെടുന്ന വീക്ഷിക്കുവിൻ. അബ്രാഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെയും ദൈവമേ ആരാധന രാജാവ് ഞങ്ങളുടെ പക്കലേക്ക് ചെല്ലില്ലേ? അതിന്റെ അർത്ഥം പറഞ്ഞേക്കുകയാണ്. നീതിമാന്മാരും പിതാക്കളും മഹത്വപ്പെടുന്ന രാജാവ് അന്തിമിലാവൻ മഹത്വപ്പെടുന്നു. കർത്താവിന് ഉന്നതത്തിന്റെ ആഴത്തിന്റെയും നാഥൻ നിർമ്മലമായ കുർബാന അർപ്പിക്കപ്പെടുന്നു. ലോകത്തിന്റെ പാപങ്ങൾ നീക്കിക്കളയുന്നവനായ കർത്താവാണ് അവൻ. ഈ പ്രാർത്ഥനയെ കുറിച്ച് ഓരോ ഭാഗങ്ങളും പറഞ്ഞിരിക്കുകയാണ്, അതിന്റെ അർത്ഥങ്ങളെ കുറിച്ച്. പിന്നെ പറഞ്ഞേക്കുന്നത് ജീവന്റെ സുവിശേഷം, ആരാധ്യമായ, ഇതെല്ലാം നർസായി കാണുന്നതാണ് പ്രത്യേകമായിട്ടും. അതായത് രഹസ്യം ക്രമീകരിക്കപ്പെടുന്നു, ധൂപക്കുറ്റികളിൽ നിന്ന് പുകയുരുന്നു, വിളക്കുകൾ പ്രകാശിക്കുന്നു, ശംശാനമാർ മാലാഖമാരെ പോലെ മക്ഷാനീസകൾ, ഫാന ഇവിടെ വിവർത്തനം ചെയ്തേക്കണേ, അല്ലെങ്കിൽ വിശ്രമണികൾ ചലിപ്പിക്കുകയും വീശുകയും ചെയ്യുന്നു. ആ സ്ഥലത്ത് ആഴമായ നിശബ്ദതയും ശാന്തമായ സമാധാനം നിലനിൽക്കുന്നു. കാരണം ഈ ദിവ്യരഹസ്യങ്ങളുടെ ചുറ്റുമുണ്ടായിരുന്ന ശോശപ്പ മാറ്റിയില്ലേ, അതിനെ കവർ ചെയ്തിരുന്നത്, അതുമായിട്ട് ബന്ധിപ്പിച്ചാണിത് ഈ പറയുന്നത്. പ്രകാശപൂരിതമായ വസ്ത്രം ധരിച്ച പുരോഹിതൻ സഭയുടെ നാവ് തന്റെ അതരം തുറക്കുകയും വീട്ടുകാരൻ എന്ന പോലെ ദൈവവുമായി സംസാരിക്കും. പിന്നെ ഇനി വരുന്ന ഏതാണ്? അനാഫറയല്ലേ? അതിനെക്കുറിച്ചാണ് പിന്നെ പറയുന്നത്.
അനാഫറയെ കുറിച്ചാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും അതിന്റെ അർത്ഥങ്ങളെ കുറിച്ചും പിന്നെ ഇപ്പൊ ഈ അതിന്റെ തുടക്കം എന്നുള്ള രീതിയിലാണ് അതിന്റെ ഈ ക്രിസ്റ്റോളജിക്കൽ പാർട്ട് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അതായത് ഊസിയ, ഒരു കർത്തൃത്വം, ഒരു അധികാരം എന്തായിരിക്കും, അതിൽ നിന്ന് മാറ്റമില്ലാത്ത ഒരു മനസ്സ്, ഇതെല്ലാം അനാഫറയിലുള്ളതാണ്. അതുമായിട്ട് ബന്ധിപ്പിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഏക സൃഷ്ടാവ്, അവന്റെ നാമോന്നതങ്ങളിൽ മാലാഖമാരും ഭൂമിയിൽ മനുഷ്യനെ സ്തുതിക്കുന്നു. ഏകദൈവത്തിന്റെ സത്ത മൂശ വഴി ഏറ്റു പറയപ്പെട്ടു. നമ്മുടെ രക്ഷയിൽ നിന്നും സഭ 3 ക്നോമകളെ കുറിച്ച് ഏകസത്ത പഠിച്ചു. 3 ക്നോമങ്ങളിൽ ഒന്ന് മൂന്നിലോ മറ്റേതോ പുറകിലോ, ഒന്ന് മുന്നിലോ പുറകിലോ അല്ല. അതായത് ഓൾ 3 വ്യക്തികളും തുല്യരാണെന്നുള്ളത്. പിതൃത്വം, പുത്രത്വം, ജനിപ്പിക്കൽ, പുറപ്പെടുന്ന സ്വഭാവങ്ങൾ മാത്രം, അല്ലാതെ യാതൊരു വ്യത്യാസവും പരിസ്ത്രീത്വം തമ്മിൽ ഇല്ല എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് 3 ക്നോമകൾ ഒന്ന് മുന്നിലോ മറ്റേത് പുറകിലോ അല്ല, എല്ലാം തുല്യരാണ്. പക്ഷേ പിതാവ് പിതൃത്വം, മിശിഹായ്ക്ക് പുത്രത്വം, പരിശുദ്ധാത്മാവ് പുറപ്പെടുന്ന സ്വഭാവങ്ങളുണ്ട്. അതാണ് വ്യത്യാസം. 1 person 3 natures. ഏക മനസ്സ്, ഏക മഹത്വം, ഏക കർത്തൃത്വം എല്ലാവരിൽ നിന്നും പൂർണ്ണമായി മറക്കപ്പെടുകയും മൂടുകയും വിളിച്ചു വയ്ക്കപ്പെടുകയും ചെയ്ത ഈ രഹസ്യം, ഇതിന്റെ രഹസ്യമായി പരിശോധിക്കാൻ മാലാഖമാർ അശക്തരാണ്. പുരോഹിതൻ തുടരുന്നു. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കാൻ എല്ലാ മാലാഖമാരും ഭയത്തോടെ നിൽക്കുന്നു. ആ മഹിമയ്ക്ക് മുമ്പിൽ മാലാഖമാരും ആരാധന അർപ്പിക്കുന്നു. വലിയ ശക്തികൾ നിരന്തരം പാടുകയും പിന്നെ നമ്മൾ ഓശാന ഗീതമാണ് വരുന്നത്, അതാണ് പറയുന്നത്. അപ്പോ ഒന്നാമത്തെ രണ്ടാമത്തെ ഏകന്താ പ്രാർത്ഥനകൾ തുടർന്ന് ഓശാന ഗീതം വരുന്നു. അതാണ് ഇതിനകത്ത് ഈ ഘടനയുമായിട്ട് ബന്ധിപ്പിച്ച് പറയാവുന്നത്. വലിയ ശക്തികൾ, അവർ ശ്രാപ്പേന്മാർ തങ്ങളുടെ കൂദാശകൾ വഴി പൗത്രീകരിക്കുന്നു. അധികാരികളും കർത്തൃത്വവും തങ്ങളുടെ കുല്ലാലകൾ വഴിയും എല്ലാവരും ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും പരസ്പരം പ്രഘോഷിക്കുകയും ചെയ്യുന്നു. ജനം മറുപടി പറയുന്നു, പ്രകാശത്ത് വസിക്കുന്ന കർത്താവ് പരിശുദ്ധൻ. ജനം പ്രത്യുദ്ധരിക്കുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ, തന്റെ മഹത്വത്താൽ മണ്ണും പെണ്ണും നിറയുന്നു നിതമഹിമകളാൽ. നമ്മൾ പാടുന്നതല്ലേ, പരിശുദ്ധൻ പരിശുദ്ധൻ, തന്റെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന കർത്താവ് പരിശുദ്ധൻ. പരിശുദ്ധൻ എന്ന് 3 പ്രാവശ്യം ഉദ്ഘോഷിക്കുന്നതിന്റെ അർത്ഥം സത്തയുടെ ഊസിയ, എന്റെ സ്വഭാവം ജ്ഞാന ഏകമാണെന്ന് കർത്താവ് വ്യക്തമാകുന്നു. പ്രതീർത്ഥത്തിലുള്ള ഗുണമുള്ള പിതാവ് പരിശുദ്ധനാകുന്ന അവനാണ് കാരണവും ജനിപ്പിക്കുന്നവനും. എന്നാൽ അവൻ ജനിച്ചവനല്ല. ജാതൻ എന്ന ഗുണമുള്ളവൻ പുത്രൻ പരിശുദ്ധനാകുന്നു. ആരംഭമില്ലാതെ നിത്യമായി അവൻ പിതാവിനും ജാതനായിരിക്കുന്നു. പുറപ്പെടലിന്റെ ഗുണമുള്ള റൂഹ പരിശുദ്ധനാകുന്നു. സമയത്തിന് അതീതമായി ഈ പിതാവിൽ നിന്ന് അവൻ പുറപ്പെടുന്നു. ഇവ വഴി സഭ മുഴുവൻ ഉദ്ഘോഷിക്കുകയും നിശബ്ദതയിലേക്ക് തിരികുകയും ചെയ്യുന്നു. പുരോഹിതൻ ദൈവവുമായി സംവദിക്കുന്നു. തന്നിൽ രൂപപ്പെടുത്തപ്പെട്ട കരുണയും കൃപയും അദ്ദേഹം ഏറ്റുപറയുന്നു. നമ്മിൽ നിന്നുള്ള ശരീരത്തിൽ നിന്ന് വെളിപ്പെടുത്തപ്പെട്ട വചനത്തിന്റെ പ്രത്യക്ഷവൽക്കരണം വഴിയാണിത്. സൃഷ്ടാവ് ആരാധ്യമായ തന്റെ ബഹുമാനത്തിനും നമ്മിൽ നിന്ന് ശരീരം സ്വീകരിച്ചത്. ആദത്തിന്റെ ഛായ പുതുക്കുന്നതിന് വേണ്ടിയാണ്. കീറിപ്പോയതും തെളിവിന്റെ ആദത്തിന്റെ ഛായ, ദ ഇമേജ് ഓഫ് ആഡം, അത് പുതുക്കാൻ വേണ്ടിയാണിത്. യുക്തിസഹമായ ഈ ഭാഗം യാതൊരു ആശയക്കുഴ. പിന്നെ അതിന്റെ ഈ ദൈവത്വത്തെ കുറിച്ചും മനുഷ്യത്വത്തെ കുറിച്ചും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നല്ല രസമാണ്. അതായത് ഇത് കണ്ടോ, പിന്നെ ഈ കമന്ററിയില് സഭയുടെ സുറിയാനി സഭയുടെ മൽപ്പാന്മാരായിട്ടുള്ള ദീദോർ, തേദോർ, മാർ നെസ്തോറിയസ് എന്നിവരെ കുറിച്ചുള്ള സൂചനയുണ്ട് ഇതിനകത്ത്. ദീദോറ്, തേദോർ, മാർ നെസ്തോറിയസ്, ഈ 2 അനാഫറുകൾ ഇപ്പൊ കൊണ്ട തേദോറിന്റെയും നെസ്തോറിയസിന്റെ അനാഫറുകളുണ്ട്. അപ്പൊ അവരെ കുറിച്ചുള്ള സൂചന ഇതിനകത്ത് കാണാൻ സാധിക്കും. പിന്നെ ഇനി തുടർന്ന് വരുന്ന മുഴുവനും ക്രിസ്റ്റോളജിയാണ്. അത് നല്ല രസമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈശോയുടെ ജനനം മുതൽ അവസാനം, പീഡാസഹനം, ഉത്ഥാനം, ഉത്ഥാനം, അവിടുത്തെ സ്വർഗാരോഹണം, ഈ കാര്യങ്ങളെല്ലാം വളരെ ഇതാണ് വ്യത്യസ്ത രീതിയിൽ വൈരുദ്ധ്യാത്മകമായിട്ട് അവതരിപ്പിച്ചേക്കുക. അതായത് ഈശോ മനുഷ്യനായിട്ട് പുൽത്തൊട്ടി കിടന്നു, കീറത്തുണികളാൽ പൊതിയപ്പെട്ടു. എന്നാൽ ദൈവത്തെ പോലെ എന്നാ ചെയ്തു? മാലാഖമാര് ഈശോയെ മഹത്വപ്പെടുത്തി. അതുപോലെ പറയുകയാണ്, മനുഷ്യനെ പോലെ ബലികളാണ് അർപ്പിച്ചു, ദൈവത്തെ പോലെ അവൻ ഈ പേർഷ്യക്കാരിന്ന്, അതായത് ഈ ഏതാണ് ഈ പേർഷ്യക്കാരെന്ന് പറഞ്ഞാല് കുന്തിരി ഈ പൂജരാജാക്കന്മാരെന്ന് പറയുന്നത്, അവരിൽ നിന്നും ആരാധന സ്വീകരിച്ചു. മനുഷ്യനെ എന്ന പോലെ ശിമയോൻ അവന്റെ കരങ്ങളിൽ വഹിച്ചു, ദൈവത്തെ പോലെ എല്ലാവരും കരം കാണിക്കുന്ന അർത്ഥത്തിൽ അവന് കാരുണ്യം എന്ന് പേരിട്ടു.
അങ്ങയുടെ കാരുണ്യം എന്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു എന്നാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യൻ എന്ന പോലെ നിയമം പൂർണ്ണമായി പാലിച്ചു, ദൈവം എന്ന പോലെ പുതിയ നിയമം നൽകി. മനുഷ്യൻ എന്ന പോലെ യോർദാനിൽ നിന്ന് മാമോദിസ സ്വീകരിച്ചു, ദൈവം എന്ന പോലെ അവന്റെ മാമോദിസയുടെ ബഹുമാനാർത്ഥം സ്വർഗം തുറക്കപ്പെട്ടു. മനുഷ്യൻ എന്ന രീതിയിൽ കാനാ പട്ടണത്തിൽ വിവാഹത്തിൽ പങ്കുചേർന്നു, ദൈവം എന്ന രീതിയിൽ അവൻ വെള്ളത്തെ വീഞ്ഞാക്കി. മനുഷ്യൻ എന്ന രീതിയിൽ 40 ദിവസം ഉപവസിച്ചു, ദൈവം എന്ന രീതിയിൽ അവനെ മാലാഖമാർ ശുശ്രൂഷിച്ചു. മനുഷ്യൻ എന്ന രീതിയിൽ അവൻ ശിഷ്യരോടൊപ്പം വഞ്ചി കിടന്ന് ഉറങ്ങി, ദൈവം എന്ന രീതിയിൽ കാറ്റിനെ ശാസിച്ചു, കടലിനെ ശാന്തമാക്കി. മനുഷ്യൻ എന്ന രീതിയിൽ അവനൊരു ഏകാന്തമായ സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു, ദൈവം എന്ന രീതിയിൽ അപ്പം വർദ്ധിപ്പിച്ചു, ആയിരങ്ങൾ തീറ്റിപ്പോറ്റി. മനുഷ്യൻ എന്ന രീതിയിൽ ഭക്ഷിച്ചു, പാനം ചെയ്തു, ക്ഷീണിച്ചു, ദൈവം എന്ന രീതിയിൽ വചനത്താൽ പിശാചുകളെ പുറത്താക്കി. മനുഷ്യൻ എന്ന രീതിയിൽ അവൻ പ്രാർത്ഥിച്ചു, നന്ദി പറഞ്ഞു, ദൈവം എന്ന രീതിയിൽ കടങ്ങൾ പുറത്തു, പാവങ്ങൾ മോചിച്ചു. മനുഷ്യൻ എന്ന രീതിയിൽ സമരിയാക്കാരിയോട് വെള്ളം ചോദിച്ചു, ദൈവം എന്ന രീതിയിൽ അവളുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി. മനുഷ്യൻ എന്ന രീതിയിൽ പരിസയന്റെ ഭവനത്തിൽ പ്രവേശിച്ചു, ദൈവം എന്ന രീതിയിൽ പാപിനിയുടെ പാപങ്ങൾ മോചിച്ചു. മനുഷ്യൻ എന്ന രീതിയിൽ ശിഷ്യന്മാരോടൊപ്പം അവൻ താബോർ മലയിലേക്ക് കയറി, ദൈവം എന്ന രീതിയിൽ അവൻ മഹത്വം വെളിപ്പെടുത്തി. ഇങ്ങനെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നും ദൈവം എന്നുള്ള രീതി ഇതുണ്ടോ. മനുഷ്യൻ എന്ന രീതിയിൽ കഴുതപ്പുറത്ത് സവാരി ചെയ്തു, ദൈവം എന്ന രീതിയിൽ ഓശാനകളാൽ അവനെ ജയ് വിളിച്ചു. അതുപോലെ മനുഷ്യൻ എന്ന രീതിയിൽ ലാസറിനെ പ്രതി കണ്ണീർ പൊഴിച്ചു, ദൈവം എന്ന രീതിയിൽ ലാസറിനെ ഉയർപ്പിച്ചു. ഇങ്ങനെ ഈശോയുടെ ജീവിതത്തിലെ ഓരോ ദൈവത്വവും മനുഷ്യത്വവും വ്യക്തമാക്കുന്ന രീതിയിൽ ഓരോ സംഭവങ്ങളെ അതുപോലെ തുറന്നു കാണിച്ചിരിക്കുകയാണ്. ഇത് നിങ്ങൾ വായിച്ചാൽ മതി. ഏതായാലും ഞാൻ നിങ്ങൾക്ക് തരുവാണല്ലോ, ഈ നോട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇത് ഞാൻ അതുകൊണ്ട് അത് പ്രത്യേകമായിട്ടും പറയുന്നില്ല. ഇതെല്ലാം ക്രിസ്റ്റോളജിയാണ് ഇതിനകത്ത് കൂടുതലായിട്ടും കാണുന്നത്, ക്രിസ്തു വിജ്ഞാനിയും സ്ലീഹന്മാർ ഇവരുടെ വിശ്വാസമാണ്. പിന്നെ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നമുക്ക് ഉന്നതമായ ഇടത്തിലേക്ക് പോയി, അതായത് എസ്കറ്റോളജി ആയിട്ട് പറയുകയാണ്. തന്റെ ദ്വിതീയ ആഗമനത്തിൽ ഉന്നതമായ സ്വർഗരാജ്യത്തിലേക്ക് അവനോടൊപ്പം നമ്മെ കൂട്ടിക്കൊണ്ടു പോകാനാണിത്. നമ്മുടെ അറിവിന്റെ പരിധിയിൽ ദൂരെയുള്ള സ്ഥലത്തേക്ക് അവൻ പോയത് കൊണ്ട് പിന്നെ ദ്വിതീയ ആഗമനം വരെ സ്വശരീരവും രക്തവും വഴി നമ്മെ ആശ്വസിപ്പിക്കാൻ അവൻ ആഗ്രഹിച്ചു. അവൻ പിന്നെയാണ് നമ്മൾ പറഞ്ഞില്ലേ, നിങ്ങൾ ചോദിച്ചില്ലായിരുന്നോ, പിന്നെയാണ് ഈ വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഇതിനകത്ത് കാണുന്നത്. ഉണ്ട് എല്ലാറ്റിന്റെയും ജീവദായകനായ അവന്റെ പീഡാസഹനത്തിന്റെ സമയം ആഗതമായപ്പോൾ, ഇത് ഏകദേശം നെസ്റ്റോറിയസിന്റെ ആ ഒരു ടെസ്റ്റുമായിട്ടാണ് ചേർന്ന് പോകുന്നത്. പീഡാസഹനത്തിന് സമയമായി ആഗതമായപ്പോൾ ശിഷ്യരോടൊപ്പം അവൻ നിയമപ്രകാരമുള്ള പെസഹ ആചരിച്ചു, പെസഹ ഭക്ഷിച്ചു. നിയമപ്രകാരം ലീഗൽ പാസ് ഓവർ എന്നാണ് കൊടുത്തേക്കുന്നത്. നിയമപ്രകാരമുള്ള പെസഹ, ലീഗൽ പെസഹ. അവൻ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് തന്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അറിവ് ചെയ്തു, സത്യമായത് എന്റെ ശരീരമാവുന്ന കാസയെടുത്ത് സ്വതന്ത്രം ചെയ്ത് അരുൾ ചെയ്തു, നിങ്ങൾക്ക് വേണ്ടിയുള്ള യഥാർത്ഥ രക്തമാകുന്നു. അവരുടെ കടങ്ങളുടെ എന്നേക്കുമുള്ള പൊറുതിക്കായി എല്ലാവരും അവയിൽ നിന്ന് സ്വീകരിക്കാനും പാനം ചെയ്യുവാനും അവൻ അവരോട് കൽപ്പിച്ചു. അവൻ വാഴ്ത്തി സ്തോത്രം ചെയ്തു, ജീവൻ നിലനിറങ്ങി നിൽക്കുന്ന സുവിശേഷത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. എന്താണ് പറഞ്ഞതെന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീഹന്മാർ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടില്ല. കർത്താവ് അപ്പം എടുത്തപ്പോൾ ഇപ്രകാരം അരുളി ചെയ്യുന്നതെന്ന് ഏതോർ കൈമാറി തന്നിട്ടുണ്ട്. എല്ലാ സ്ത്രീയുടെയും കൃത്യതയും പുകഴ്ചയും സ്ഥാനത്തിന്റെ കർത്താവുമായ ദൈവത്തിന്റെ സ്വഭാവത്തിന് യോഗ്യമാകുന്നു. എല്ലാ തലമുറകളിലും അങ്ങയുടെ രക്ഷാകര പദ്ധതി മദബ്രനൂസ, അതായത് മദബ്രനൂസ എന്ന് പറഞ്ഞാൽ ഈശോയുടെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങളെയാണ് ഈ പദവി, ഈ പദം സൂചിപ്പിക്കുന്ന. മദബ്രനൂസ പൂർത്തീകരിക്കും. തങ്ങളുടെ പ്രവൃത്തികളിൽ അവർ നന്ദിയില്ലാത്തവരായിരുന്നെങ്കിൽ അങ്ങനെ കാരണത്താൽ അവരെ സഹായിക്കുന്നതിൽ നിന്നും അങ്ങ് പിൻവാങ്ങിയില്ല. ഇതെങ്ങനെ അങ്ങോട്ട് പോകും. ഈ ഒരു ലക്ഷ്യത്തോടെ അത്യുന്നതന്റെ പുത്രൻ തന്റെ പിതാവിന് പ്രതിത അർപ്പിച്ചു. ഇത് ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി അവൻ പറഞ്ഞു, ഞാൻ നടന്ന എന്റെ ശരീരമാകുന്നു എന്നും. പിന്നെ നിങ്ങളിത് എന്റെ ശരീരവും വിശ്വാസത്തോടും നിങ്ങൾ സ്വീകരിക്കുവിൻ എന്ന് പറഞ്ഞു. ഇപ്രകാരം ലോകങ്ങളുടെ ജീവിതാതാവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, അപ്പവും വീഞ്ഞും തന്റെ ശരീരവും രക്തവും എന്ന് അവൻ പേര് വിളിച്ചു. അവയെ മാതൃകകളെന്നോ സാദൃശ്യങ്ങളെന്നോ അവൻ വിളിച്ചില്ല. പ്രത്യുത കൃത്യമായ ശരീരം, കൃത്യമായ രക്തമെന്നും അവൻ പറഞ്ഞു. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണുന്നത്, തുടർന്ന് ഇപ്പൊ വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് നമ്മൾ അത് കഴിഞ്ഞ് പിന്നെ ഏതാണ് തന്റെ സ്വരം കേൾപ്പിക്കും പുരോഹിത പ്രാർത്ഥനയുടെ അവസാനം ജനം ആമീൻ കാനോനെയൊക്കെയാണ് വരുന്നത്. അതിനുശേഷം ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കും, അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. മനസ്സുകൊണ്ട് എന്ന് പറഞ്ഞത് ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കും, സമാധാനം നമ്മോടുകൂടി. അതായത് ഈ സമയം മനസ്സുകൊണ്ടും
വിചാരങ്ങൾ കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടെന്നാൽ രഹസ്യങ്ങളുടെ പൂർത്തീകരണത്തോടു കൂടി വലിയ സമാധാനവും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ ഗേഹന പ്രാർത്ഥന തുടരുകയാണ്. പ്രത്യേകിച്ച് ഇന്റർസെസറി പ്രയർ ആണ് വരുന്നത്, മധ്യസ്ഥ പ്രാർത്ഥന. പുരോഹിതൻ അനുതാപത്തോടെ ദൈവത്തിന് മുമ്പിൽ മാധ്യസ്ഥ്യം യാചിക്കുന്നു. സ്നേഹത്തിൽ അർപ്പിക്കപ്പെടുന്ന ജീവന്റെ ബലി സ്വീകരിക്കപ്പെടണം. ആരാധ്യമായ രഹസ്യങ്ങൾ അർപ്പിക്കുന്നവർക്ക് സഭാത്മക ക്രമങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഇത് എക്ലേസിയാസ്റ്റിക്കൽ ഹൈറാർക്കി എന്നുള്ളത്, അതായത് മാർപ്പാപ്പ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശംശാനമാർ എന്നിവരെല്ലാം സഭയുടെ ആ ഹൈറാർക്കി അനുസരിച്ച്, ക്രമം അനുസരിച്ച് എല്ലാവരെയും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ കുർബാനയിൽ ചെല്ലുന്നതാണല്ലോ, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. അതിനെക്കുറിച്ച് ഇനി നമുക്ക് പറയാൻ സമയമില്ല. എല്ലാ സ്ഥലവും മരിച്ചവരെ ഓർക്കുന്നു ഈ മധ്യസ്ഥയ്ക്ക്, അതായത് മധ്യസ്ഥ പ്രാർത്ഥന എന്നുള്ള രീതിയിലാണ്. എല്ലാ സൃഷ്ടികൾക്കും കരുണ യാചിക്കുന്നു. ദരിദ്രർക്ക് മേൽ ദാനം ചൊരിയുന്നവരെ അദ്ദേഹം അനുസ്മരിക്കുന്നു. ദാനധർമ്മത്തെ പ്രതി അവർക്ക് ഇരട്ടി പ്രതിഫലം നൽകുന്ന അദ്ദേഹം യാചിക്കുന്നു. ഇതാണ് പിന്നെ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. പിന്നെ ഇനി കുറച്ചും കൂടെ വരുമ്പോഴേക്കും ഈ മധ്യസ്ഥ പ്രാർത്ഥനയെല്ലാം കാണുന്നത് നെസ്തോറീസിൽ നിന്ന് എടുത്തേക്കുന്നത് പോലെയാണ്. ഉദാഹരണത്തിന് വത്സരത്തിന്റെ മകുടം സമൃദ്ധവും അനുഗ്രഹവും ആകാൻ അപേക്ഷിക്കുന്നു. തന്റെ സ്ഥലങ്ങളെയും ഒരുമിച്ച് അദ്ദേഹം അനുസ്മരിക്കുന്നു. വാസസ്ഥലങ്ങളിൽ ശാന്തിയും സമാധാനവും. പിന്നെ കടലുകളിലും ദ്വീപുകളിലും യാത്ര ചെയ്യുന്നവരെ അദ്ദേഹം ഓർക്കുന്നു. അവരെല്ലാവരും കൊടുങ്കാറ്റിൽ രക്ഷപ്പെടണം. ഇതെല്ലാം നെസ്തോറീസിന്റെ അനാഫ്രയിലുള്ളതാണ്. പിന്നെ നിരാശയിലും പീഡനങ്ങളിലും കഴിയുന്നവരെ അദ്ദേഹം ഓർക്കുന്നു. തടവറകളിലും. ഇങ്ങനെ ഒരു ദൈർഘ്യമേറിയ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് നെസ്തോറീസിലാണ്. അദായിമാറിയിൽ വളരെ ഹ്രസ്വമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ ഒരു ദൈർഘ്യമുള്ള വളരെ ദീർഘമായ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ് കാണുന്നത് ഈ നമ്മുടെ 17ാമത്തെ ഹൊമിലിയിൽ, നൊസായുടെ ഹൊമിലിയിൽ. ഇവയെക്കുറിച്ചെല്ലാം പുരോഹിതൻ ദൈവത്തിന് മുമ്പിൽ അനുസ്മരിക്കുകയും തന്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ വർസമയെ അനുസ്മരിച്ചുകൊണ്ട് ഈ ഒരു ലക്ഷ്യത്തോടു കൂടി പുരോഹിതൻ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവിടത്തേക്കായി അർപ്പിക്കുന്ന ബലിയിൽ അവിടുന്ന് പ്രസാദപൂർവ്വം സ്വീകരിക്കണമെന്ന് പുരോഹിതൻ അപേക്ഷിക്കുന്നു. എല്ലാവർക്കും വേണ്ടിയാണ് ജീവിതായകം വലിയ സഭയിൽ അർപ്പിക്കപ്പെടുന്നത്. ഈ ബലി എല്ലാ സൃഷ്ടികൾക്കും സഹായകരമാണ്, അനുഗ്രഹപ്രദമാണ്. എല്ലാ ശ്രേണിയിലുള്ളവർക്കായി പുരോഹിതൻ മധ്യസ്ഥം യാചിക്കുന്നു. ഇതിനുശേഷം ഈശോ തന്നെ 12 പേരെ പഠിപ്പിച്ച ദൈവത്തിന് മുമ്പിൽ കൃതജ്ഞത അർപ്പിക്കുന്നു. നമ്മുടെ കർത്താവായ ഈശോയുടെ പീഡാനുഭവം, മരണ, ഉത്ഥാനം നമ്മൾ ചിത്രീകരിക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുന്നതായി പുരോഹിതൻ പറയുന്നു. അപ്പത്തിലും ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ഏതാണ്? എപ്പിക്ലേസിസിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം എപ്പിക്ലേസിസ് എന്നുള്ളതാണ് ഇനി അടുത്ത ഭാഗം. ഇതിനു മുമ്പ് എന്തെങ്കിലും ചോദിക്കാം. നമ്മളൊരു പ്രധാന പോർഷൻ കഴിഞ്ഞല്ലോ. ഇല്ലെങ്കിൽ ആകെ മുന്നോട്ട് പോകും. എപ്പിക്ലേസിസിലേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എടുത്ത കഴിഞ്ഞിട്ട് ചോദിക്കാം. ഏതാണ്? ഓക്കെ. നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ പറയുന്നത് അല്ലേ? ഇത് നമുക്ക് നമ്മുടെ കുർബാനയായിട്ട് ബന്ധമുള്ളതുകൊണ്ട് എളുപ്പമാണെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. നിങ്ങക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. നമ്മുടെ കുർബാനയുടെ തന്നെയാണ്. പക്ഷേ ഇത്രയേ ഉള്ളൂ. അതായത് 5ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു കുർബാന വ്യാഖ്യാനമാണ് ഇപ്പോഴത്തെ. എന്നാൽ നമ്മുടെ കുർബാനയോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു വ്യാഖ്യാനവും കൂടിയാണ് പൗരസ്ത്യ സഭാപിതാവായിട്ടുള്ള നർസായി എഴുതിയ ഈ വ്യാഖ്യാനം എന്നുള്ളത്. ഹൊമിലി എന്നുള്ള ഒരർത്ഥത്തിൽ ഒരു പ്രസംഗമാണ്. നമ്മുടെ കുർബാനയെ കുറിച്ചുള്ള ഒരു വ്യാഖ്യാന പ്രസംഗം എന്ന് പറയാം. ഓക്കെ. ഇനി അടുത്തതാണ് എപ്പിക്ലേസിസ് എന്ന് പറയുന്നത്. എപ്പിക്ലേസിസ്. ഓക്കെ. നമ്മുടെ കർത്താവായ ഈശോയുടെ പീഡാനുഭവവും മരണവും അനുസ്മരിക്കുകയും ചിത്രീകരിക്കുകയും ചെയ്യുന്ന പുരോഹിതൻ പറയുന്നത്, അപ്പത്തിലും വീഞ്ഞിലും റൂഹ ഇറങ്ങി വന്ന് ആവസിക്കണം, അവയെ മിശിഹായുടെ ശരീരക്തങ്ങളായി മാറ്റണം. ഇതാണ് എപ്പിക്ലേസിന്റെ പ്രധാന ഉള്ളടക്കം എന്ന് പറയുന്നത്. എപ്പിക്ലേസിന്റെ അർത്ഥം തന്നെയാണല്ലോ. അതായത് അപ്പത്തിലും വീഞ്ഞിലും മിശിഹ വന്ന് ആവസിക്കണം, അങ്ങനെ അവ മിശിഹായുടെ ശരീരക്തങ്ങളായി മാറണം. ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമൂഹത്തിന്റെ മേൽ പ്രകാശം ചൊരിയുന്നതിനും അപ്രകാരം അവന്റെ ദാനത്താൽ അവർ രക്തവും ശരീരവും സ്വീകരിക്കുന്നതിന് യോഗ്യരായി തീരുന്നതിനുമായി അവൻ റൂഹായെ ക്ഷണിക്കുന്നു.
യാതൊരു വ്യത്യാസവുമില്ലാതെ കാഴ്ച വസ്തുക്കളുടെ മേൽ റൂഹ ഇറങ്ങി വരുന്നു. അപ്പത്തിലും വീഞ്ഞിലും ദൈവം വസിക്കാൻ കാരണമാവുകയും മരിച്ചവരിൽ നിന്ന് കർത്താവിന്റെ ഉത്ഥാന രഹസ്യം പൂർണ്ണമാക്കുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങൾ പുരോഹിതൻ വേദനയോടും യാതനയോടും കൂടി പറയുന്നു. അദ്ദേഹത്തിന്റെ കരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയർത്തുന്നു. അത് കഴിഞ്ഞ് പുരോഹിതൻ ഉന്നതത്തിലേക്ക് നോക്കുന്നു, റൂഹായെ വിളിക്കുന്നു. എപ്പിക്ലേസിസ് ഏതാണ്? ക്രൈത്താദ് റൂഹ എന്നാണ് സുറിയാനി പറയുന്നത്. റൂഹായെ വിളിക്കൽ. കുർബാനയുടെ മേൽ എഴുന്നള്ളി വന്ന് ആവസിക്കണം, അതിന്റെ ശക്തിയും ദൈവപ്രവൃത്തി അവിടെ മേൽ ചൊരിയണം എന്ന് റൂഹാട് അപേക്ഷിക്കുന്നു. പാപിയാണെങ്കിലും പുരോഹിതന്റെ അപേക്ഷയാൽ റൂഹ ഇറങ്ങി വരുന്നു. അതായത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് പുരോഹിതന്റെ എന്തെങ്കിലും മേന്മ കൊണ്ടോ പുരോഹിതന്റെ എന്തെങ്കിലും മേന്മ കൊണ്ട് പെട്ടെന്ന് ഇറങ്ങി വരികയോ അല്ലെങ്കിൽ പുരോഹിതന്റെ എന്തെങ്കിലും കുറവ് കൊണ്ട് റൂഹ താമസിച്ചിറങ്ങി വരികയോ ഒന്നും ചെയ്യില്ല എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. നർസായുടെ അതുപോലെ തന്നെ സഭയുടെ പ്രബോധനം അങ്ങനെയാണ്. അതായത് പുരോഹിതന്റെ മേന്മയല്ല, മറിച്ച് ഏതാണ് സഭയുടെ ഇന്റർസെഷൻ മൂലം, സഭയുടെ മാധ്യസ്ഥ്യം മൂലം പരിശുദ്ധാത്മാവ് തിരുവിരഹസ്യങ്ങളുടെ മേൽ എഴുന്നള്ളി വരുന്നു എന്നുള്ളതാണ്. പുരോഹിതൻ പ്രീസ്റ്റ് എന്നുള്ള ഒരു മീഡിയേറ്റർ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഉപകരണമാണ് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരാനുള്ളത്. അപ്പൊ പുരോഹിതന്റെ ഓട്ടമോ പുരോഹിതന്റെ കൂടുതൽ വിശുദ്ധിയോ ഒന്നും പരിശുദ്ധാത്മാവിന്റെ ഇറങ്ങി വരവിനെ ആവസിപ്പിക്കുന്ന ത്വരിതപ്പെടുത്തുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സഭ പഠിപ്പിക്കുന്നത്. ആരാധ്യമായ രഹസ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന പുരോഹിതന്റെ നന്മ കൊണ്ടല്ല. കണ്ടോ, അതാ പറഞ്ഞത്. പ്രത്യുത റൂഹായുടെ ആവാസം മൂലമാണ്, പുരോഹിതന്റെ യോഗ്യത കൊണ്ടല്ല. പ്രത്യുത രഹസ്യങ്ങൾ ബലിപീഠത്തിന്മേൽ ആവസിക്കുന്നത്. മധുവായി വെക്കപ്പെട്ടിരിക്കുന്ന അപ്പവും വീഞ്ഞും പുത്രന്റെ മരണത്തോടൊപ്പം ഉത്ഥാനവും ചിത്രീകരിക്കുന്നു. ആയതിനാൽ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച റൂഹ ഈ സമയം ഇറങ്ങി വരുന്നു, അവന്റെ ശരീരത്തിന്റെ ഉയർപ്പിന്റെ രഹസ്യങ്ങളെ പൂർത്തീകരിക്കുന്നു. ഇപ്രകാരം പുരോഹിതന്റെ കരങ്ങൾ വഴി റൂഹാദോശ രഹസ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും. പുരോഹിതനെ കൂടാതെ സഭാ രഹസ്യങ്ങൾ ഇനിയും നമ്മൾ കാണുന്നത് ഇതിനകത്ത് പുരോഹിതന്റെ ശ്രേഷ്ഠതയെ കുറിച്ചാണ്. പുരോഹിതനെ കൂടാതെ കുർബാന പരികർമ്മം ചെയ്യപ്പെടുന്നുണ്ടോ? ഇല്ല എന്നാണ് പറയുന്നത് മിസ്റ്ററീസ് ഓഫ് ദി ചർച്ച്. എന്തുകൊണ്ടെന്നാൽ പ്രഭാത കുദിശ രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യാൻ മറ്റാരെയും അനുവദിച്ചിട്ടില്ല. കയ്യൊപ്പ് വഴി റൂഹായുടെ ശക്തി പുരോഹിതൻ സ്വീകരിക്കുന്നു. ഈ ഇമ്പോശാമിത വഴി റൂഹായുടെ ശക്തി പുരോഹിതൻ സ്വീകരിക്കുന്നു. അവൻ വഴി സഭയിലെ എല്ലാ രഹസ്യങ്ങളും പരികർമ്മം ചെയ്യപ്പെടുന്നു. അവൻ വഴി സഭയിലെ എല്ലാ രഹസ്യങ്ങളും പരികർമ്മം ചെയ്യപ്പെടുന്നു. മാമോദീസ ജലത്തിന്റെ ഉദരം, അതായത് മാമോദീസ ജലത്തിന്റെ ഉദരം എന്ന് പറഞ്ഞതാണ് മാമോദീസ തൊട്ടി പുരോഹിതൻ ഭൗതീകരിക്കുന്നു. മാമോദീസ സ്വീകരിക്കുന്നവർക്ക് റൂഹ ദത്തുപുത്ര സ്ഥാനം കൊടുക്കുന്നു. പുരോഹിതനെ കൂടാതെ, അതായത് പിന്നെയും പൗരോഹിത്യത്തിന്റെ മാഹാത്മ്യത്തെ കുറിച്ച് നർസായ വളരെയധികം പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മുടെ പട്ടക്രമത്തിലെ പ്രാർത്ഥനകളിൽ ഇത് കാണാനായിട്ട് സാധിക്കും. ഓരോ കൂദാശകളും പരികർമ്മം ചെയ്യാൻ പുരോഹിതനെ ശക്തമാക്കണമെന്നാണ് പട്ടക്രമത്തിൽ പ്രാർത്ഥന. ഇതെല്ലാം ഇതിൽ നിന്നാണ് വരുന്നത്, ഈ കമന്ററിയിൽ നിന്നാണ്. പുരോഹിതനെ കൂടാതെ സ്ത്രീയെ പുരുഷന് വിവാഹം ചെയ്തു കൊടുക്കുന്നില്ല, വിവാഹം നിശ്ചയം ചെയ്തു കൊടുക്കുന്നില്ല. അവനെ കൂടാതെ അവർ തമ്മിലുള്ള വിവാഹവർഷം പൂർണ്ണമാക്കപ്പെടുന്നില്ല. പുരോഹിതനെ കൂടാതെ മരിച്ചുപോയവർ അടക്കപ്പെടുന്നില്ല. പുരോഹിതനെ കൂടാതെ അവർ കല്ലറയിൽ സംസ്കരിക്കപ്പെടുന്നില്ല. പുരോഹിതനെ കൂടാതെ അശുദ്ധമായ ജലം വിശുദ്ധീകരിക്കപ്പെടുന്നില്ല. പുരോഹിതനില്ലെങ്കിൽ അവന് മുഴുവൻ അശുദ്ധമായിരിക്കും. അപ്പൊ പുരോഹിതന്റെ കരങ്ങൾ വഴി അവൻ മുഴുവനായി കടങ്ങളിലും അപരാധങ്ങളിലും ആണെങ്കിലും പരിശുദ്ധാത്മാവ് പൂർത്തീകരിക്കുന്നു. പുരോഹിതൻ പാപിയാണെങ്കിൽ പോലും അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നു. എത്രമാത്രം നീതിമാനാണെങ്കിലും പൗരോഹിത്യ സ്ഥാനം, ആ ഒരു പദവി അതാണ്. ആ കയ്യൊപ്പില്ലാത്തവർക്ക് കൂദാശ പരികർമ്മം ചെയ്യാനുള്ള അവകാശമില്ല. തങ്ങളുടെ നിർമ്മലതയാൽ നീതിമാന്മാർക്ക് റൂഹായെ ഇറക്കിക്കൊണ്ടുവരാൻ കഴിയില്ല. അത് പുരോഹിതന് മാത്രമായിട്ട് നീക്കി വെച്ചിരിക്കുന്ന കാര്യമാണ്. പാപികൾക്ക് തങ്ങളുടെ പാപങ്ങളാൽ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെ തടയാനും കഴിയില്ല. ഇവിടെ പാപിയായ പുരോഹിതനൊപ്പം അവൻ റൂഹായി വസിച്ചുകൊണ്ട് അവർണ്ണനീയവും മഹത്വപൂർണമായ രഹസ്യങ്ങൾ അവന്റെ കരങ്ങളാൽ പൂർത്തീകരിക്കുന്നു. വരാനുള്ള ലോകത്തിൽ അവൻ സ്വന്തം കരത്താൽ തന്നെ അവന് നൽകപ്പെട്ടിരിക്കുന്ന ദാനം അവനിൽ നിന്ന് അവൻ എടുക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നീ പുരോഹിത, നിനക്ക് ഇത്ര അവകാശവും അധികാരമൊക്കെ നൽകിയിട്ടുണ്ടല്ലോ, പക്ഷേ നിനക്ക് അതിന്റെ വിശുദ്ധി നീ കാത്തുസൂക്ഷിക്കാൻ കടപ്പെട്ടവനാണ്. ഓ പുരോഹിത കേൾക്കുക, നിന്റെ സ്ഥാനത്തിന് തത്തുല്യമായ പ്രവർത്തികൾ കരസ്ഥമാക്കിയിട്ടില്ല. യോഹന്നായിലെ പീഡനങ്ങളെ ഓർത്ത് നീ അതുകൊണ്ട് തെറ്റുകൾ ചെയ്യരുത് എന്നാണ് പുരോഹിതനെ ഓർമ്മിപ്പിക്കുക. പോഷനായ പുരോഹിത മറ്റെല്ലാ ശിക്ഷകളെക്കാളും കഠിനമായിരിക്കും.
നിന്റെ തെറ്റുകൾക്കുള്ള ശിക്ഷ എന്തെന്നാൽ നീ എത്തിച്ചേർന്നിട്ടുള്ള സ്ഥാനത്തിന് ചേർന്ന വിധത്തിൽ നീ ശുശ്രൂഷ ചെയ്തില്ല. അതാണ് അന്ത്യനാളിൽ പുരോഹിതന് ലഭിക്കാൻ പോകുന്ന ശിക്ഷാവിധിയെ കുറിച്ച് നർസായി ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന ലോകത്തിൽ സ്ഥാനങ്ങളോ ശ്രേണികളോ ഇല്ല, മിശിഹ മാത്രമായിരിക്കും എല്ലാം വർത്തിക്കുക. ഭൂമിയിലാണ് ഇപ്രകാരമുള്ള ഹൈറാർക്കിക്കൽ സിസ്റ്റം ഉള്ളതെന്ന്. അതുകൊണ്ട് പുരോഹിത, നീ നിന്റെ ഉന്നതിയെ കുറിച്ച് ഓർത്ത് നീ പാപങ്ങൾ ചെയ്യരുത് എന്നാണ് ഓർമ്മിപ്പിക്കുക. അതുകൊണ്ടാണ് മലങ്കര ക്രമത്തിൽ പട്ടം കൊടുക്കുമ്പോൾ മെത്രാൻ ചെല്ലുന്നുണ്ട്. മെത്രാൻ പറയും, നീ നിന്റെ അകൃത്യങ്ങൾക്ക് നീ തന്നെ ആയിരിക്കും അന്ത്യനാൾ ഉത്തരവാദി, എനിക്ക് അതിനകത്ത് ഉത്തരവാദിത്വമൊന്നുമില്ല എന്നാണ് പട്ടം കൊടുക്കുമ്പോൾ മെത്രാൻ അർത്ഥിയെ ഓർമ്മിപ്പിക്കുക. പുരോഹിതൻ റൂഹായി വിളിക്കുന്നു, റൂഹ കുർബാനയുടെ മേൽ ഇറങ്ങി വരുന്നു, അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും മേൽ ഇറങ്ങി വരുന്നു. പുരോഹിതൻ വിറയലോടും വലിയ ഭീതിയോടും കൂടെ ആരാധിക്കുന്നു. ഈ സമയത്ത് ശുശ്രൂഷി ഉദ്ഘോഷിക്കുന്നു, നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ, സമാധാനം നമ്മോടുകൂടെ. റൂഹായുടെ ആവാസത്താൽ ആരാധ്യമായ ദിവ്യരഹസ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന സമയത്ത് എല്ലാ ജനങ്ങളും ഭയത്തോടും വിറയലോടും കൂടി ആയിരിക്കും പുരോഹിതന്റെ സ്വരം എല്ലാവരും കേൾക്കുന്ന വിധത്തിൽ ആക്കുകയും മുമ്പത്തെ പോലെ തന്നെ രഹസ്യങ്ങളുടെ മേൽ മുദ്രയിടുന്നു. രഹസ്യങ്ങളുടെ മേൽ മുദ്ര, രഹസ്യങ്ങൾക്ക് ഇപ്പോൾ റൂഷ്മ ആവശ്യമുള്ളത് കൊണ്ടല്ല, മറിച്ച് അവയുടെ പൂർത്തീകരണം ആയി എന്ന് സൂചിപ്പിക്കാനാണ്. 3 റൂഷ്മകളാണ് പുരോഹിതൻ ദിവ്യരഹസ്യങ്ങളുടെ മേൽ മുദ്രണം ചെയ്യുന്നത്. അവ വഴി അവൻ അവയെ രഹസ്യാത്മകമായി പരികർമ്മം ചെയ്യുകയും പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. 3 സാഷ്ടാംഗ പ്രണാമങ്ങളാണ്, 3 ഗേഹന്തകളാണുള്ളത്. ദൈവത്തിന് മുമ്പിൽ പുരോഹിതൻ അതുവഴി മനോവിശ്വാസത്തോടെ അവന്റെ ഉന്നതിക്ക് മുമ്പിൽ ആചാരം ചെയ്യുന്നു. ഒരെണ്ണം വഴി ഏറ്റുപറയുകയും ഒരെണ്ണം വഴി അവൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കുർബാനയുടെ മേൽ ഇറങ്ങി വരാനും അധിവസിക്കാനുമായി റൂഹായി വിളിക്കുന്നു. നമ്മുടെ കർത്താവ് 3 ദിവസങ്ങൾ, 3ന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഭൂമിയുടെ അടിത്തട്ടിൽ ചെലവഴിച്ചു 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. അതിന് സദൃശ്യമായ പുരോഹിതൻ 3 പ്രാവശ്യം സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു. 3ാമത്തെ പ്രണാമം വഴി അവൻ ഈശോയുടെ ഉത്ഥാനത്തെ ചിത്രീകരിക്കുന്നു. അതുപോലെ പുരോഹിതൻ 3 പ്രാവശ്യം മുട്ടുകുത്തൽ കർമ്മം നടത്തുന്നു. അതുവഴി നമ്മുടെ കർത്താവ് കല്ലറയ്ക്കുള്ളിലായതിനെ ചിത്രീകരിക്കുന്നു. ആവാസത്തിന് മുമ്പ് 3 പ്രാവശ്യം അവൻ മുട്ടുകുത്തുന്നു. ഉദ്ധാന രഹസ്യം പൂർത്തീകരിക്കപ്പെടുന്നതിനാൽ വീണ്ടും മുട്ടുകുത്തുന്നില്ല. റാസായുടെ പൂർത്തീകരണത്തോടെ പുരോഹിതൻ ഉദ്ധാന രഹസ്യം പൂർത്തിയാക്കുന്നു. പിന്നീട് മുട്ടുകുത്തൽ വഴി ഈശോയുടെ മരണ രഹസ്യം അവൻ ചിത്രീകരിക്കുന്നില്ല. എല്ലാ ഞായറാഴ്ചകളും തിരുനാളുകളിലും മുട്ടുകുത്തലില്ലെന്ന് വിശ്വാസം നിക്കാസോനദോസ് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സമയത്ത് ഒരു പുരോഹിതനും മുട്ടുകുത്താൻ അധികാരമില്ല. മുട്ടുകുത്തൽ വഴി രഹസ്യം ചിത്രീകരിച്ച പുരോഹിതൻ ഒഴികെ. പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിന് മുമ്പ് പുരോഹിതൻ മുട്ടുകുത്തുന്നുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിന് ശേഷം അദ്ദേഹം മുട്ടുകുത്തുന്നില്ല. തുടർന്ന് പുരോഹിതൻ ജീവന്റെ അപ്പം കരങ്ങളിൽ എടുക്കുന്നു. അതായത് അനാഫ്ര കഴിഞ്ഞ് എപ്പിക്ലേസ് കഴിഞ്ഞ് പിന്നെ ഏതാണ് അപ്പം ഈശോയുടെ ശരീരം എടുത്ത് കരങ്ങളിൽ എടുക്കുന്നു. കർത്താവിനെ ഏറ്റു പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അപ്പം മുറിക്കുന്നു, ഫ്രാക്ഷൻ. പിന്നെ അതിന്റെ മിക്സ് ചെയ്ത് കോൺസിഗ്നേഷൻ, കലർത്തുന്നത്, അദ്ദേഹം ശരീരമായി സംയോജിപ്പിക്കുന്നു. ഇതെല്ലാം നമ്മുടെ കുർബാനയിലുള്ളത് തന്നെയാണ്. അദ്ദേഹം ജീവനുള്ള രക്തം കൊണ്ട് ശരീരം ഊഷ്മ ചെയ്യുന്നു. ശരീര രക്തവും ഒന്ന് തന്നെയാണെന്ന് എല്ലാവരും ഏറ്റുപറയുന്നതിനാൽ ശരീരം രക്തമായും ശരീരമായി അദ്ദേഹം സംയോജിപ്പിക്കുന്നു. എല്ലാ ക്രമങ്ങളും പൂർത്തീകരിക്കപ്പെട്ട ശേഷം നമ്മുടെ കർത്താവ് അനുഗ്രഹിച്ച വാക്ക് ഉപയോഗിച്ച് പുരോഹിതൻ ജനത്തെ ആശീർവദിക്കുന്നു. സ്വീകാർത്ത പിന്നെ അതിന്റെ ഫ്രാക്ഷനെ കുറിച്ചാണ് പറയുന്നത്. അത് ചെറിയ കഷ്ണങ്ങളായി മുറിക്കുന്നു. ചെറിയ കഷ്ണങ്ങളാക്കിയാലും ഈശോയുടെ സാന്നിധ്യം പൂർണ്ണമായിട്ടും എല്ലാ കഷ്ണങ്ങളിലും ഈ ഓരോ ഓസ്തിയിലും ഉണ്ട് എന്നും നർസായി ഓർമ്മിപ്പിക്കുന്നു. പിന്നെ അവന്റെ ശരീരം പുരോഹിതൻ 2ആയി മുറിക്കുന്നു. കല്ലറയിൽ നമ്മുടെ കർത്താവ് മഹത്വപൂർണ്ണ ഉയർത്തപ്പോൾ സ്ത്രീകൾക്കും ശിഷ്യന്മാർക്കും 10 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു. അതൊക്കെയാണ് പിന്നീട് പറഞ്ഞിരിക്കുന്നത്. 10 പ്രാവശ്യം എപ്പോഴാണ് പ്രത്യക്ഷപ്പെട്ടത്. തുടർന്ന് ശുശ്രൂഷി ഉദ്ഘോഷി സ്വരമുയർത്തി. പിന്നെ ഏതാണ്? അനുതാപ ശുശ്രൂഷയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പീഡാനുഭവത്തെ അനുതാപ ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം അനുതാപത്തോടെ പരിശുദ്ധ സഭയുടെ ആരാധ്യമായ രഹസ്യങ്ങളിൽ പങ്കുചേരുവിൻ. അനുതാപത്തിന്റെ അവസ്ഥ, അനുതാപവും ഉള്ളവരായിരിക്കുവിൻ എന്നുള്ളതാണ് പിന്നീട് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം പിന്നെ പറഞ്ഞിരിക്കുന്നത് അനുതാപം. അതിനുശേഷം പിന്നെ കുർബാനയുടെ ഘടന അനുസരിച്ച് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അനുതാപ ശുശ്രൂഷയ്ക്ക് ശേഷം
ദിവികാരുണ്യ സ്വീകരണത്തിന് ഒരുക്കം എന്നുള്ള രീതിയിലാണ് സ്വർഗസ്ഥനായ പിതാവേക്ക് മുമ്പുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. അതിനുശേഷം സ്വർഗസ്ഥനായ പിതാവ്, അതിനുശേഷം വരുന്നതാണ് എംബോളിസം. സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയുടെ ആശയങ്ങൾ തന്നെയാണ് അതിനകത്ത് ഉള്ളത് എന്നുള്ളതാണ്. പിന്നെ ഏതാണ് അതിനുശേഷം സമാധാനാശംസയെ കുറിച്ച് നർസായി പറയുന്നുണ്ട്. അതായത് സമാധാനം നിങ്ങളോടുകൂടെ, ഇതിനായി മിശിഹ നൽകിയ സമാധാനം തന്നെയാണ് അവിടെയും സൂചിപ്പിക്കുക. അതിനുശേഷം വിശുദ്ധ കുർബാന വിശുദ്ധീകരണത്തിനുള്ളതാകുന്നു. കാരണം വി ഓൾ ആർ കോൾഡ് ടു ബിക്കം ദി ഹോളി പീപ്പിൾ എന്നുള്ളതാണ് ഈ വിശുദ്ധ കുർബാന വിശുദ്ധജനത്തിനുള്ളതാകുന്നു എന്നുള്ളതിന്റെ അർത്ഥമായിട്ട് നമ്മളെല്ലാ പണ്ട് ക്രൈസ്തവരെ വിളിച്ചിരുന്നത് വിശുദ്ധ ജനം എന്നുള്ളതാണ്. നമ്മൾ എല്ലാവരും വിശുദ്ധ. പിന്നെ അതിന്റെ മറുപടിയായിട്ട് പറയുന്നത് എന്താണ്? പരിശുദ്ധത്വത്തിന്റെ പ്രാധാന്യമാണ്. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, പുത്രൻ പരിശുദ്ധനാകുന്നു, റൂഹ പരിശുദ്ധനാകുന്നു. അതൊക്കെയാണ് പിന്നീട് പറയുന്നത്. പിന്നെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള വിശുദ്ധ കുർബാന സ്വീകരണവുമായിട്ട് ബന്ധിപ്പിച്ച് എപ്പോഴും കുർബാനയെ ദ പ്ലഡ്ജ് ഓഫ് ലൈഫ്, ജീവന്റെ അച്ചാരം എന്നാണ് വിശുദ്ധ കുർബാനയെ നർസായി സൂചിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഇതെങ്ങനെയാണ് കുർബാന സ്വീകരിക്കുന്നത്? The priest precedes the bishop in the reception of mysteries if a priest has consecrated them. Not the crime, even. അതായത് ആദ്യം കുർബാന സ്വീകരിക്കുന്നത്, അത് സെലിബ്രേറ്റ് ചെയ്യുന്ന കാർമ്മികനായിരിക്കുന്നത്. മെത്രാൻ അവിടുത്തെ സന്നിഹിതനാണെങ്കിൽ പോലും ആദ്യം അതാണ് അതിന്റെ ഓർഡർ. ആദ്യം കാർമ്മികൻ, പിന്നെ മെത്രാനുണ്ടെങ്കിൽ മെത്രാൻ, പിന്നെ മധുബഹായിലുള്ളവര്, പിന്നെ ദേവജനം എന്നുള്ളതാണ് ആ ഓർഡർ പറഞ്ഞിരിക്കുന്നത്. അതിനസായി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. ഇനി അടുത്തത് ഈ പ്രദക്ഷിണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ജനങ്ങളെല്ലാവരും നിരയായിട്ട് ഈ കങ്കയുടെ അടുത്തേക്ക് വരുന്നു. അവിടെ വെച്ചാണ് പുരോഹിതൻ ദേവജനത്തിന് കമ്മ്യൂണിയൻ നൽകുന്നത് എന്നുള്ളതാണ്. കേൾക്കാമല്ലോ അല്ലേ? അച്ഛാ കേൾക്കാം. നമുക്ക് ഇനി പയ്യെ വേണമെങ്കിൽ ഇനി നമുക്ക് ഒരു സമയം എപ്പം നിർത്തിയേക്കാം. തീർന്നു, കമ്മ്യൂണിയൻ വരെ ആയില്ലോ. ഓക്കെ അച്ഛാ, ഞാൻ ഓർത്തെ നമുക്ക് പിന്നെ അവസരമുണ്ട്, സമയമുണ്ട്. ഇപ്പം നിർത്തിയേക്കാം. 7:31 7:38 40 മുമ്പ് തീർക്കും. ഓക്കെ വെരി ഗുഡ്. ഓക്കെ, പിന്നെ ഇപ്പൊ തന്നെ നിർത്താം, 2 മിനിറ്റ് കൂടെ മതി. പിന്നെ കുർബാനയുടെ ഓരോ പ്രാർത്ഥനകൾ, കുർബാന കമ്മ്യൂണിയനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പിന്നെ കുർബാനയെ കുറിച്ച് പറഞ്ഞ മെഡിസിൻ ഓഫ് ലൈഫ്, ജീവന്റെ ഔഷധം എന്നാണ് കുർബാനയെ നർസായി ഇതിനകത്ത് വിശേഷിപ്പിച്ചിരിക്കുന്നത്. കമ്മ്യൂണിയൻ ഹിമ്മിലെ ദശഭോഗത്തായി പറഞ്ഞിരിക്കുന്നത്. പിന്നെ പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്തെ കുറിച്ച്, ആ പ്രാർത്ഥനയെ കുറിച്ച് നർസായി വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ അതായത് പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്ത എന്നുള്ള പ്രാർത്ഥന, അതിനുശേഷം 2 താങ്ക്സ് പുരോഹിതന്റെ നിപ്രകാശന പ്രാർത്ഥനകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രയർ ഓഫ് ദ പ്രീസ്റ്റ് ആഫ്റ്റർ ദ ഹോളി കമ്മ്യൂണിയൻ, ആ 2 പ്രാർത്ഥനകളെ കുറിച്ച്. പിന്നെ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ട്, കർത്തൃ പ്രാർത്ഥന. അതായത് കണ്ടോ, സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന ഇവിടെ ചെല്ലുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഖുത്താമയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. അതായത് വലതുവശത്തേക്ക് മാറി എന്ന് ചെല്ലുന്നത്. ഓൺ ദ ഡേ ഓഫ് ഹിസ് അസെൻഷൻ ദ ജീസസ് ലിഫ്റ്റഡ് അപ്പ് ഹിസ് ഹാൻഡ്സ് ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് മെയ്ഡ് പ്രീസ്റ്റ് ഓഫ് ഹിസ് 12. അതാണ്, അതായത് സ്വർഗാരോഹണ വേളയിൽ ശിഷ്യന്മാരെ അനുഗ്രഹിച്ചതുമായിട്ട് ബന്ധിപ്പിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയാണ് പ്രധാനമായിട്ട് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്, ഈ ടെസ്റ്റുമായിട്ട് ബന്ധിപ്പിച്ച്. ഇനി നമുക്ക് ആൻഡ്രൂസ് പറഞ്ഞതുപോലെ ഡിസ്കഷനോ ചോദ്യങ്ങളോ ഒക്കെ ചോദിക്കാം. ഒത്തിരി നന്ദി. 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നർസായിയുടെ കൂടെ കുർബാനയിൽ ആരംഭം മുതൽ അവസാനം വരെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു അച്ഛന്. വളരെ വളരെ ഹൃദ്യമായിട്ട്, വളരെ ലളിതമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. കുർബാന അർപ്പിക്കുമ്പോൾ അതിലെ ഓരോ പ്രാർത്ഥനയുടെയും ഓരോ കർമ്മത്തിന്റെയും അർത്ഥം എന്തെന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇത് വളരെയേറെ സഹായിച്ചു. അച്ഛന് നന്ദി പറയുന്നു. ഇനി നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള, അല്ലെങ്കിൽ സംശയങ്ങൾ അച്ഛൻ പറഞ്ഞ കാര്യത്തില് എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, കുർബാനയുമായിട്ട് പൊതുവായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാവുന്നതാണ്.
ഇത് നർസായുടെ സ്കൂളിൽ ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. കാരണം ഇത് യൂസ് ചെയ്യണമെങ്കിൽ ഇതിന്റെ കൂടെ തക്സ ഉണ്ടെങ്കിലല്ലേ എന്താണ് അല്പം കൂടെ സ്വരത്തിൽ പറയാവോ? എനിക്ക് സംശയമുണ്ട് അച്ഛനെ കേൾക്കാമോ എന്ന്. ഒന്നുകൂടെ ക്ലിയർ അല്ലായിരുന്നു, ഒന്നുകൂടെ പറയാമോ? കേൾക്കാവോ? കേൾക്കാം. അത് ഞാൻ ചോദിച്ചത്, ഇത് കണ്ടിട്ട് ഇതിന്റെ ഒരു ഇത് കൺജങ്ഷൻ വിത്ത് തക്സ മാത്രമാണ് വായിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാവുന്നത്. കാരണം തക്സ ഏകദേശം ധാരണയുള്ള ആൾക്ക് ആണല്ലോ ഇത് വായിച്ച് മനസ്സിലാവുള്ളൂ. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഇത് നിസിബിസിലെ സ്കൂളിൽ ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് വല്ലതും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇതാണോ? അതുപോലെ അച്ഛന്മാർക്ക് വേണ്ടിയിട്ടാണല്ലോ പ്രൈമറി ആയിട്ട് ഓഡിയൻസ് എഴുതിയേക്കുന്നത്. കാരണം വേറെ ആരെ പറ്റി ഒന്നും പറയുന്നില്ല, സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഒന്നും പറയുന്നില്ല, ജനങ്ങൾക്ക് വേണ്ടി ഒന്നും പറയുന്നില്ല. അപ്പൊ പ്രൈമറി അച്ഛന്മാർക്ക് വേണ്ടി ഉപയോഗിച്ച ടെക്സ്റ്റ് ബുക്ക് ആണോ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. ഇത് അങ്ങനെ ഒരു ടെക്സ്റ്റ് ബുക്കിനേക്കാളും ദൈവജനത്തെ പ്രബോധിപ്പിക്കാനായിട്ട് നർസായി ദൈവജനത്തെയും വൈദികരെയും എല്ലാം പ്രബോധിപ്പിക്കാനായിട്ട് അന്നത്തെ സഭാപിതാക്കന്മാരെല്ലാം തന്നെ ധാരാളം ഹോമിലികൾ എഴുതിയിട്ടുണ്ട്. അത് വൈദികർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും ഉപകാരപ്പെടുന്നു എന്നുള്ള രീതിയിലാണ് ഈ പ്രകാരം ഇപ്പൊ എഫ്രൈം എന്തോ ഒരു ഹിമ്മുകൾ എഴുതിയേക്കുന്നത് എന്ന്, അല്ലെങ്കിൽ ഗബ്രിയേൽ കത്രായ, അത് എല്ലാവർക്കും ഉപകാരപ്പെടാൻ വേണ്ടിയാണ്. ദൈവജനം ഇതിനെക്കുറിച്ചൊന്നും അത്രയും അറിവില്ലാത്തവരായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെടണം എന്നുള്ള രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. വൈദികർക്ക് മാത്രമല്ല, കാരണം വൈദികരെ കുറിച്ച് മാത്രം കുർബാനയിൽ എങ്ങനെ സജീവമായി പങ്കുചേരാം എന്നുള്ള ഒരു കൈപ്പുസ്തകം എന്നുള്ള രീതിയിലാണ്, അതിനുള്ള ഒരു മാർഗദർശി എന്നുള്ള രീതിയിലാണ് ഇതെല്ലാം നർസായി പറഞ്ഞു കൊടുത്തത്. താങ്ക് യു. ചോദിക്കാം കേട്ടോ, ആർക്കും ചോദിക്കാം. ഈ നോട്ടിന്റെ അവസാന ഭാഗത്തിന്റെ ആ നോട്ടുകളോടെ ഞങ്ങൾക്ക് പിന്നീട് തരാൻ പറ്റുമോ? അത് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ, തരണമെന്ന് ആഗ്രഹമുണ്ട്. വേണേ ഇംഗ്ലീഷ് എന്റെ കയ്യിലുണ്ട്, സുറിയാനി ഉണ്ട്. ഇംഗ്ലീഷ് തന്നേരും കേട്ടോ. ഇംഗ്ലീഷ് തരാം, പക്ഷെ മലയാളത്തിലേക്ക് ഇത് വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ, അത്രേ ആയുള്ളൂ. അച്ഛാ, ഈ കമന്ററീസ് ഒക്കെ ഇതിപ്പം 5-ാം നൂറ്റാണ്ടിലാണ് നർസായിയുടെ നമ്മളിപ്പം കണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ കത്രായ ഇങ്ങനെ ഇവരെല്ലാം ഈ ഒരു ഏർലി ഏജസ് ഉള്ളായിരുന്നു ആ നൂറ്റാണ്ടുകളിൽ. അത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ സമീപ കാലഘട്ടത്തിലൊക്കെ ഇതിന്റെ കമന്ററീസ് വല്ലതും വരുന്നുണ്ടോ? അതായത് 12-13 നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും ലാസ്റ്റ് ഒരു കമന്ററി ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് തിമോത്തി സെക്കൻഡിന്റെ ഒരു ഈ കുർബാന വ്യാഖ്യാനാണ്. പിന്നെ ഈ അവിടുത്തെ ഇറാഖിലെ അവിടുത്തെ സഭയെല്ലാം നശിച്ചു പോയില്ലോ. അതായത് ഈ മുസ്ലിം ഇൻവേഷനോട് കൂടി അവിടുത്തെ ആ സുറിയാനിയുടെ പ്രാധാന്യവും ഇങ്ങനെയുള്ള സഭാപിതാക്കന്മാരും എല്ലാം വളരെ ഇല്ലാതെയായി പോയി. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നല്ല കമന്ററികളൊക്കെ പിന്നീട് വന്നേനെ. പിന്നെ അങ്ങനെയുള്ളതൊന്നും ഒരു ആധികാരികത നിറഞ്ഞ വ്യാഖ്യാനങ്ങൾ എന്ന് പറയാവുന്ന രീതിയിൽ പിന്നീട് അങ്ങനെ വന്നിട്ടില്ല. പിന്നെ പിൽക്കാലത്ത് മറ്റു ഭാഷകളിലേക്കാണ് പിന്നെയും വന്നിട്ടുള്ളത്, സുറിയാനിയിലൊന്നും അങ്ങനെ വന്നിട്ടില്ല. അച്ഛൻ പറഞ്ഞല്ലോ, പിന്നെ കുർബാന കൊടുക്കുമ്പോൾ ആദ്യമേ മധ്യഭാഗയിലുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ജനത്തിന് കൊടുക്കണമെന്ന്. പക്ഷെ ഈ കല്യാണമൊക്കെ കഴിക്കുമ്പം അവർക്കാണല്ലോ, കപ്പിൾസിലാണല്ലോ ആദ്യം കൊടുക്കുന്നത്. മധുബഹായിലുള്ളവർ സ്വീകരിച്ചിട്ടാണ് കപ്പിൾസിന് കൊടുക്കുന്നത്. ആദ്യമേ കപ്പിൾസിന് കൊടുത്തിട്ടാ മധുബഹായിലോട്ട് തിരിച്ചു പോകുന്നത്. മധുബഹായില്, അതായത് മധുബഹായിലുള്ള പുരോഹിതരാദ്യം സ്വീകരിക്കുമല്ലോ കുർബാന, അതാണ് അതിന്റെ രീതി. നർസായി അങ്ങനെയാണ് വ്യാഖ്യാനിച്ചേക്കുന്നത്. പലരും പല രീതിയിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാണ് അതിന്റെ ശരിയായ രീതി. പിന്നെ അതായത് മധുബഹായിലുള്ളവര് ആദ്യം സ്വീകരിക്കുന്നു, അതിനുശേഷമാണ് ഹൈക്കലയിലുള്ളവര് കുർബാന സ്വീകരിക്കുന്നത്. അതായത് നർസായിനെ കുറിച്ച് പറഞ്ഞേക്കണേ അതായത് ആദ്യ ഫലം അനുഭവിക്കുന്നു എന്നുള്ള രീതിയിൽ അത് ധാർമ്മികരായിരിക്കണം, മധുബഹായിലുള്ള ഡീക്കന്മാരായിരിക്കണം, അതിനുശേഷമാണ് ബാക്കിയുള്ളവരെന്നാണ് നർസായി പറഞ്ഞിരിക്കുന്നത്, നർസായിയുടെ വ്യാഖ്യാനത്തിൽ കാണുന്നത്. ബാക്കിയുള്ളവരെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ന്യൂലി മാരീഡ് കപ്പിൾസ്, അതൊരു പുതിയ കുർദാശയല്ല, അപ്പൊ അവർക്ക് ഉണ്ടാക്കും കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് പക്ഷെ ഞാൻ പറഞ്ഞത് ഇത് ലിറ്റർജിക്കലായിട്ടുള്ള അതിന്റെ ക്രമമാണ് പറഞ്ഞത്. ഈ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഇതാണ് അതിന്റെ ക്രമം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് അത് മധുബായിലുള്ളവർ കുർബാന സ്വീകരിച്ചതിന് ശേഷം ബാക്കിയുള്ളവർക്ക് കൊടുത്തത് കൊണ്ട്, അല്ല ഈ ന്യൂലി കപ്പിൾസിന് കൊടുത്താലും അതിനകത്തൊരു അവർക്ക് യാതൊരു കുറവോ ഒന്നുമില്ല. ഇതാണ് അതിന്റെ ലിറ്റർജിക്കൽ ഓർഡർ എന്നാണ് നർസായിയുടെ കമന്ററിയെ അടിസ്ഥാനമാക്കി ഞാൻ പറഞ്ഞത്.
ഒരു ചെറിയ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, അതായത് ഇതിന്റെ അകത്ത് ബേസ് കസേനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, മസ്കാനീസ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കാർഡിനൽ ഡയറക്ഷനെ പറ്റിയോ വേല ഇതിനെ പറ്റിയോ പറഞ്ഞിട്ടുണ്ടോ, മെൻഷൻ ചെയ്തിട്ടുണ്ടോ? വെയില് വെയിലോ കാർഡിനൽ ഡയറക്ഷനോ അല്ലെങ്കിൽ എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്, ബേസ് കസ എവിടെയാണ് ഇരിക്കുന്നത്, ബേസ് മാമോദീസ, ഐ മീൻ അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും. ഇപ്പൊ സാധാരണ രീതിയിൽ ഒരു തെക്ക് ഭാഗത്ത് അപ്പം വലതു ഭാഗത്ത് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ തക്സയിൽ. അങ്ങനെയുള്ള ഇതിപ്പോ നമ്മൾ ഓർക്കണം 5-ാം നൂറ്റാണ്ടിലെ കമന്ററിയാണ്. ഈ കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്ന ആരാന്ന് ചോദിച്ചാല് 9-ാം നൂറ്റാണ്ടിലെ ഈ അനോണിമസ് ഓതർ ഓഫ് ദ 9th സെഞ്ചുറി എന്നും പറഞ്ഞൊരു വ്യാഖ്യാതാവുണ്ട്, അതായത് ജോർജ് ഓഫ് ഹർബേൽ എന്ന് പറയും. അങ്ങനെയുള്ള കാര്യങ്ങൾ കിഴക്കിന്റെ പ്രാധാന്യം അതെല്ലാം കൂടുതൽ വിവരിക്കുന്നത് ഓരോ നൂറ്റാണ്ടുകൾ വരുമ്പോഴാണ്. നർസായി നർസായില് വേലയും ഡയറക്ഷനും ഇല്ല, അത് പറഞ്ഞിട്ടില്ല. വേറെ ഏതെങ്കിലും ഹൊമിലിയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ പറഞ്ഞ ഈ 17ാമത്തെ ഹൊമിലിയിലെ ഇതിന്റെ കിഴക്കോട്ട് അത് പറഞ്ഞിട്ടില്ല, പിന്നീട് വരുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് പലപ്പോഴും ഓരോ ഹൊമിലികളും വിശദീകരണങ്ങളും ഒക്കെ കൊടുക്കുന്നത്. എംബോളിസം എന്ന് വെച്ചാൽ പറഞ്ഞ ഒരു സ്വർഗസ്വനായ പിതാവെ കഴിഞ്ഞു വരുന്ന ഒരു പ്രാർത്ഥന, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് തന്നെ, അതിനാണ് എംബോളിസം എന്ന് പറയുന്നത്, കൂട്ടിച്ചേർക്കൽ. കാരണം എന്താണെന്ന് വെച്ചാല് ഈ സ്വർഗസ്വനായ അതിനോട് കൂട്ടിച്ചേർന്ന് നിൽക്കുന്നതാണ്. മാത്രമല്ല അതേ ആശയങ്ങൾ തന്നെയാണ് ഈ എംബോളിസം എന്നുള്ളതിനകത്ത് വരുന്നത്. എംബോളിസം എന്ന് പറഞ്ഞാൽ ബഡിങ് എന്നാണ് അർത്ഥം. അപ്പൊ ഈ എല്ലാ ലിറ്റർജിയിലും ഉണ്ട്. ഇപ്പൊ ലത്തീൻ ലിറ്റർജിയിലാണേലും സ്വർഗസ്വനായ കമ്മ്യൂണിന് മുമ്പ് സ്വർഗസ്വനായക്ക് പിതാവിന് ശേഷം അല്ലെങ്കിൽ പലങ്കര ലിറ്റർജിയിലാണെങ്കിൽ ആ പ്രാർത്ഥനയുടെ ഒരു സാരാംശം തന്നെ ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥന കാലം തുടർന്ന് ചെല്ലുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതാണ് എംബോളിസം എന്ന് പറയുന്നത്. വേറെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല വേറെ കുർബാനയെ കാണുന്നത്, നമ്മള് എക്സ്ചേഞ്ച് ഓഫീസ് സമാധാനം കൊടുക്കുന്നത് ചില പള്ളികളിലൊക്കെ മധുബായിൽ നിന്ന് ശുശ്രൂഷികള് ഇരുവശങ്ങളിലേക്കും ഐക്യലയിലേക്ക് വന്ന് രണ്ട് സൈഡിൽ ഇങ്ങനെ കൊടുക്കുന്നു. അത് നമ്മുടെ ഒരു അങ്ങനെ ഒരു കുർബാന ക്രമത്തിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉള്ളതാണോ, അതോ? അതാണ് എന്റെ തിയോളജിക്കലായിട്ട് കറക്റ്റ്. കാരണം പുരോഹിതൻ മധുബഹായ് ബലിപീഠത്തിൽ നിന്ന് സ്വീകരിക്കുന്ന സമാധാനം ശുശ്രൂഷികൾ വഴി പരസ്പരം നൽകുന്നു. ഒരു വെറും എക്സ്ചേഞ്ച് അല്ലാതെ നമ്മളൊരു എക്സ്ചേഞ്ച് എന്നുള്ളതിനൊക്കെ ഗിവിങ് ഓഫ് പീസ് എന്നുള്ള രീതിയിലാണ് സമാധാനം നൽകൽ എന്നുള്ളതാണ്. മിശിഹായാവുന്ന സമാധാനത്തിൽ നിന്ന് കിട്ടുന്ന സമാധാനം, മിശിഹായാവുന്ന സമാധാനത്തെ കൈമാറുക എന്നുള്ള രീതിയിലാണ് നൽകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വേറെ ആരും ഇല്ലയോ ചോദിക്കാൻ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ നമുക്ക്. സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ക്ലാസ് കൺക്ലൂഡ് ചെയ്തേക്കാം. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവരുടെയും പേരിൽ ഫ്രാൻസിസിന് പ്രത്യേകം നന്ദി പറയുകയാണ്. പിന്നെ വളരെ വിശദമായിട്ടുള്ള നോട്ടും ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ഇനിയാണേലും വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ വളരെ ഉപകാരപ്പെടും. അച്ഛന്റെ വേറെയും കുർബാന സംബന്ധമായ പുസ്തകങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അതും ക്ലാസ്സിൽ പങ്കെടുക്കുന്നവര് എന്തെങ്കിലുമൊക്കെ അത് കാണുന്നതും വായിക്കുന്നതും ഒക്കെ തീർച്ചയായിട്ടും കുർബാനയെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനും കുർബാനയിൽ സജീവമായി പങ്കെടുക്കാനും നമ്മെ സഹായിക്കും. അപ്പൊ ഒരിക്കൽ കൂടി കുർബാനയുടെ മറ്റു പുസ്തകങ്ങളെ കുറിച്ച് ഒന്ന് പറയൂ, അച്ഛന്റെ പുസ്തകങ്ങൾ. കുർബാനയുടെ പ്രധാനമായിട്ടും കുർബാനയുടെ ഒരു പുസ്തകം എന്റെ ഓർമ്മയ്ക്കായി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് ഇവിടെ ORC ഇറക്കിയിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ കുർബാന നവീകരിച്ചു 2021 അതിനെ തുടർന്ന് നവീകരിച്ച കുർബാന ഒരു പഠനം എന്ന് പറഞ്ഞൊരു പുസ്തകം 2023 ഇറക്കിയിട്ടുണ്ട്. അതാണ് കുറെ കൂടെ ഇപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം അത് നമ്മുടെ നവീകരിച്ച തക്സയായിട്ട് ബന്ധിപ്പിച്ച്
അവിടെ എല്ലാ പ്രാർത്ഥനകളുടെയും വ്യാഖ്യാനവും ആ പേജ് നമ്പറും എല്ലാം ഉൾപ്പെടുത്തിയാണ് അത് വന്നേക്കുന്നത്. അപ്പൊ ഈ പുതിയ തക്സയിലുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് മറ്റ് 2 കുദാശക്രമങ്ങളെ കുറിച്ചുണ്ട്, പിന്നെ പ്രോപ്രിയയെ കുറിച്ചും ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ മാറ്റങ്ങളെല്ലാം ഉൾപ്പെടുത്തിയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വന്നേക്കുന്നത്. അത് നമുക്ക് ഇവിടെ വടവാതൂർ സെമിനാരിയിൽ വാങ്ങിക്കാൻ കിട്ടും. ORC പബ്ലിക്കേഷൻസിൽ ഉണ്ട്. അത് പേരൊന്നുകൂടെ പറഞ്ഞ നവീകരിക്കപ്പെട്ട സീറോ മലബാർ സഭയുടെ നവീകരിച്ച കുർബാന ഒരു ഒരു പഠനം. പഠനം. അതിന് സീറോ മലബാർ സഭയുടെ നവീകരിച്ച കുർബാന ഒരു പഠനം. അതെ, 354 പേജ് എങ്ങാണ്ടുണ്ട്. എന്തായാലും ഇരിപ്പുണ്ട്, ഇവിടെ അടുത്തിരിപ്പുണ്ട്. ഇതുണ്ട്, ഇതവസ്ഥ കാണാൻ പാടില്ലായിരിക്കും. ഓക്കെ. അപ്പൊ ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം അച്ഛന് നന്ദി പറയുന്നു. പങ്കെടുത്തവർക്കും ചോദ്യങ്ങൾ ചോദിക്കുകയും അതങ്ങനെ ഈ സെഷൻ തന്നെ സജീവമാക്കി തീർക്കുക എല്ലാവർക്കും നന്ദി പറയും. നമുക്ക് ഒരു പ്രാർത്ഥന ചൊല്ലി നമുക്ക് അവസാനിപ്പിക്കാം. നന്ദി നിറഞ്ഞു പറയുമ്പോൾ സൃഷ്ടികർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങനെ തരുന്ന ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും Thank you.